യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടെ എനിക്ക് തോന്നുന്നു ഏകദേശം 4-5 വർഷത്തോളമായി ഞാൻ ഈ വീണ്ടും ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലെ ഈ അൾത്താരയിലെ ബലിയർപ്പിച്ചിട്ടും തോന്നുന്നു. ഇവിടെ നിന്ന് പോയേ പിന്നെ തോന്നുന്നു എനിക്ക് ഞാനിവിടെ വീണ്ടും ബലിയർപ്പിക്കാൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 5 വർഷമായി. ഒരിക്കൽ കൂടെ ഇവിടെ വരാൻ സാധിച്ചതിനും ഒത്തിരിയേറെ സ്നേഹത്തോടെ നന്ദി പറയുകയും ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നേ ദിവസം നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ഓർക്കുന്നത്. ഒന്ന്, ഈശോയുടെ തിരുഹൃദയ തിരുനാൾ. 2, ഈ ഗാഗുൽത്തായെ സംബന്ധിച്ച് ഇന്ന് ഗാഗുൽത്ത ഫ്രൈഡേ ആണ്. കുരിശിൻ്റെ പുറകെയുള്ള യാത്രയാണ് ഇന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ചില സഹനങ്ങൾ, ചില വേദനകൾ 2 കൈയും നീട്ടി സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ അത് വലിയ ഒരു അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറും. ചിലപ്പോൾ അന്നേ ദിവസം തന്നെ ആയിരിക്കണമെന്നില്ല, ആ നിമിഷം തന്നെ ആയിരിക്കണമെന്നില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ, വരും വർഷങ്ങളിൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറും. ചിലരൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും, 2020-21 കാലഘട്ടത്തിൽ 18 മുതൽ 20 വരെയാണ് ഞാനിവിടെ ഉണ്ടായിരുന്നത്. ഞാനിവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ ആൻ്റണി അച്ഛൻ ചിലപ്പോൾ പറഞ്ഞു കാണും, ദില്ലച്ചൻ പഠിക്കാനായിട്ട് ഓസ്ട്രിയയ്ക്ക് പോവുകയാണെന്ന്. അങ്ങനെയാണ് ഇവിടെ എല്ലാവരോടും പറഞ്ഞതൊക്കെ. പ്രൊവിൻസിനെ വിട്ടതും ഏകദേശം അതിനൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ലിസ്റ്റിലും ഇല്ലാതിരുന്നാണ് എൻ്റെ പേര്. ഓസ്ട്രിയയിലെ പ്രൊവിൻഷ്യൽ ചില സാങ്കേതിക കാരണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു അച്ഛന് വേണ്ടി കരുതി വെച്ചതാണ്, മഡഗാസ്കറിൽ നിന്നുള്ളൊരു അച്ഛന് വേണ്ടി ഒരുക്കി വെച്ചതാണ്. പക്ഷേ എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, തൽക്കാലം പഠിക്കുന്നതൊന്ന് മാറ്റിവെക്കാവോ, നമ്മുടെ ഒരു ആശ്രമത്തിൻ്റെ ചാർജ് ഏറ്റെടുക്കാവോ, ആ ഒരു ആശ്രമത്തിൻ്റെ ഗാർഡിയൻ ആകാവോ. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രൊവിൻഷ്യൽ സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പ്രൊവിൻഷ്യനോട് ചോദിച്ച പ്രൊവിൻഷ്യൽ അച്ഛൻ പറഞ്ഞു, ഓക്കെ, നിനക്ക് സമ്മതമാണെങ്കിൽ എനിക്കും ഓക്കെയാണ്, നീ അത് ഏറ്റെടുത്തു. സ്നേഹമുള്ളവരെ, കപ്പൂച്ചൻ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി വിശുദ്ധ ഫിഡേലീസ് ഗാർഡിയനായിട്ടിരുന്ന ആശ്രമത്തിൻ്റെ ഗാർഡിയനാണ് ഇപ്പോൾ. വിശുദ്ധ ഫിഡേലീസിന്റെ തലയോട്ടി ആദ്യമായിട്ടായിരിക്കും ആ പേര് പോലും കേൾക്കുന്നത് ചിലപ്പോൾ, അല്ലേ? കപ്പൂച്ചൻ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വിശുദ്ധ ഫിഡേലീസ്. വിശുദ്ധ ഫിഡേലീസ് 430 വർഷങ്ങൾക്ക് മുമ്പ് സുപ്പീരിയറായിട്ടിരുന്ന ആശ്രമത്തിലായിപ്പോ. വിശുദ്ധ ഫിഡേലീസിന്റെ തലയോട്ടി ഇന്നും ആ ആശ്രമത്തിലുണ്ട്. എല്ലാ ബുധനാഴ്ചയും ആ തലയോട്ടി അൾത്താരയിൽ വെച്ചിട്ടാണ് ബലിയർപ്പിക്കുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ 24-ാം തീയതി നഗരം ചുറ്റി പ്രദക്ഷിണമുണ്ട് ഈ തലയോട്ടിയുമായിട്ട്. ആദ്യമായിട്ടാ ഓസ്ട്രിയയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാൾ അവിടെ സുപ്പീരിയറായിട്ട് വരുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ആന്റണിച്ചനായിട്ടുള്ള കമ്പനിയൊക്കെ വിട്ട് പോകേണ്ടി വരുമല്ലോ എന്ന്, നാട്ടിൽ നിന്ന് തന്നെ പോകേണ്ടി വരുമല്ലോ എന്ന് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ലായിരുന്നു. പക്ഷെ ദൈവം നമ്മളെ കൊണ്ടു നടക്കുന്ന ചില വേദനകള്, ചില ദുഃഖങ്ങള്, ചില സങ്കടങ്ങള്, ചില മുള്ളുകള് നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിലെ വലിയ വെളിച്ചത്തിന്, മറ്റുള്ളവർക്ക് ഒരുപാട് അനുഗ്രഹമായിട്ട് മാറാനായിട്ട് കാരണമാകും എന്നുള്ളതാണ്. ഇന്നും ഒരുപാട് പേര് ആ വിശുദ്ധന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വിശുദ്ധന്റെ തലയോട്ടിയുടെ മുമ്പിൽ ഞങ്ങളൊരു പുസ്തകം വെച്ചിട്ടുണ്ട്, നിയോഗങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇത്രയും പോകുന്ന പുസ്തകമാണ്, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, 350 പേജൊക്കെ ഉള്ള പുസ്തകമാണ്. എല്ലാ 2-3 ആഴ്ച കൂടുമ്പോൾ ഓരോ പുസ്തകം മാറ്റണം. നിയോഗങ്ങൾ എഴുതുന്നതും അനുഗ്രഹങ്ങൾ കിട്ടിയത് വന്ന് എഴുതുന്നതുമാണ്.
അത്രയും അടുത്ത് ഒരു വിശുദ്ധന്റെ കൂടെ ഒരു വിശുദ്ധമായ സ്ഥലത്ത്, വിശുദ്ധമായ ആശ്രമത്തില്. നമ്മുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല പ്രിയ സഹോദരരെ, അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ചില അനുഗ്രഹങ്ങളാണ്. അത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തില് ദൈവം ഒരുക്കി വെക്കുന്ന അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹത്തിലേക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ, ആ കരുണയോടുകൂടെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ, ലൂക്കാ സുവിശേഷകൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ മുഖം കരുണയാണ്. തിരുഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് കരുണയാണ്, സ്നേഹമാണ്. കരുണയോടുകൂടെ ഈ ലോകത്തെ നോക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ്. സുവിശേഷത്തിലെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ വായിക്കുമ്പോൾ കരുണയോടെ അല്ലാത്ത ഈശോയെ കാണാൻ സാധിക്കുന്നില്ല. തൻ്റെ അടുത്തേക്ക് കടന്നു വരുന്ന വേദനിക്കുന്നവര്, രോഗമുള്ളവര്, അല്ലെങ്കിൽ സാധാരണക്കാരായ എല്ലാവരും തൻ്റെ അടുത്തേക്ക് ആരൊക്കെ കടന്നു വന്നോ അവരെയൊക്കെ കരുണയോടുകൂടെ മാത്രമേ ഈശോ സ്വീകരിച്ചിട്ടുള്ളൂ. കരുണയോടുകൂടെ അല്ലാതെ ഒരാളെയെങ്കിലും ഈശോ സ്വീകരിക്കുന്ന സുവിശേഷം കാണാനായിട്ട് സാധിക്കില്ല. ഇന്നത്തെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ കരുണയിൽ ആശ്രയിക്കാൻ, ആ കരുണയെ മുറുകെ പിടിക്കാൻ, അത് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ മുള്ളുകള്, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങള്, നമ്മുടെ ജീവിതത്തിലെ വേദനകള്, രോഗങ്ങളൊക്കെ വളരെ എളുപ്പത്തോടുകൂടെ ദൈവാനുഗ്രഹത്തോടുകൂടെ തരണം ചെയ്യാനായിട്ട്, അത് വലിയ വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമായിട്ട് മാറാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്ന വഴികളെ ഒന്ന് വിലയിരുത്തിയാൽ മതി. ആ വഴികളിൽ ഉണ്ടായിരുന്ന വേദനകള്, ആ വഴിയിലെ ചില ദുഃഖങ്ങള്, ചില കഷ്ടപ്പാടുകള് എനിക്ക് നൽകിയ അനുഗ്രഹം എന്താണ് എന്ന് കണ്ടെത്താനായിട്ട്, മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, ഒന്ന് നമ്മെ തന്നെ വിലയിരുത്തിയാൽ മതി. അപ്പൊ ഓരോ വേദനകളും, ഓരോ ദുഃഖങ്ങളും, ഓരോ സഹനങ്ങളും ഒന്നിന്റെയും അവസാനമല്ല, അത് എന്തിൻ്റെയൊക്കെയോ അനുഗ്രഹത്തിന്റെ ആരംഭമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഒന്നും ഒന്നിന്റെയും അവസാനമല്ല, അത് ചിലതിൻ്റെയൊക്കെ, ചില അനുഗ്രഹങ്ങളുടെയൊക്കെ ആരംഭമാണ്. ആ വലിയ കാഴ്ചപ്പാടോടുകൂടെ, ആ വലിയ തുറവിയോടുകൂടെ നമ്മുടെ ജീവിതത്തെ കാണാനായിട്ട്, ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെക്കാനായിട്ട് ഈ ഗാഗുൽത്ത ഫ്രൈഡേയിൽ നമുക്ക് സാധിക്കട്ടെ. ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം പേർക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും തന്നെ ചില നിയോഗങ്ങള്, ചില പ്രാർത്ഥനകള് ഈ അൾത്താരയിൽ സമർപ്പിക്കാനായിട്ടുണ്ട്, ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ എൻ്റെ നിയോഗങ്ങളും എൻ്റെ പ്രാർത്ഥനകളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചും കൂടെ ഒന്ന് ഓർക്കണം. എൻ്റെ നിയോഗങ്ങൾ മാത്രമല്ല എന്നെ അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടുന്നത്, മറിച്ച് ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ടും കൂടെയാണ് ഞാൻ അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടുന്നത്. എൻ്റെ നിയോഗങ്ങള് എൻ്റെ പ്രാർത്ഥനകൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ ഒരുമിച്ച് കൂടുന്നത്, ഞാൻ കടന്നു വരുന്നത് ധ്യാന കേന്ദ്രത്തിലേക്ക്. മേടിച്ചിട്ട് പോവാൻ വേണ്ടി മാത്രമുള്ളവരല്ല, നൽകിയതിന്, കിട്ടിയതിന് നന്ദി പറയാനും കൂടെ നമ്മൾ തയ്യാറാകണം. നന്ദിയുടെ ഒരു ജീവിതം ജീവിക്കാനും കൂടെ. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ നിയോഗങ്ങളുടെ ലിസ്റ്റ് എടുക്കുക, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് എടുക്കുക. ഇത് എവിടെ ചെന്ന് നിൽക്കും? നിയോഗങ്ങളുടെ ലിസ്റ്റ് നിൽക്കും, അത് കുറച്ചേ കാണത്തുള്ളൂ. അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയേ, അത് നിൽക്കില്ല, അത് തീരാൻ പാടാ. നമ്മൾ അതും കൂടി ഒന്ന് തിരിച്ചറിയണം. ഇന്നേ ദിവസം ഏറ്റവും ഭക്തിയോടുകൂടി ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നതിനോടൊപ്പം ദൈവം എനിക്ക് നൽകിയ, നമുക്ക് ഓരോരുത്തർക്കും നൽകിയ
അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടെ പറയാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നമ്മുടെ ആശ്രമത്തിൽ, അവിടെ ഓസ്ട്രിയയിൽ കപ്പൂച്ചിൻ ആശ്രമത്തിൽ എല്ലാ ദിവസവും 9 മണിക്കാണ് കുർബാന, ഞായറാഴ്ച മാത്രം 6:30. വിൻ്ററാക്കി ആകുമ്പോൾ, മഞ്ഞുകാലമാകുമ്പോൾ 9 മണിക്കൊന്നും നേരം പോലും വെളുത്തിട്ടുണ്ടാവില്ല. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് സൂര്യനെ ആലോചിക്കുന്നത്. സൂര്യനെ കാണാൻ പറ്റില്ല എങ്കിൽ പോലും ഒന്ന് ആലോചിക്കുന്ന, വെളിച്ചം കൊടുക്കണോ വേണ്ടയോ എന്നൊരു 11 മണിക്ക് ആകുമ്പോഴൊന്ന് ആലോചിച്ച് തുടങ്ങുകയുള്ളൂ. എത്ര വിൻ്റർ ആണെങ്കിലും -17 -13 ഉള്ള സമയത്തും, സമ്മർ വേനൽക്കാലത്ത്, ഇപ്പോൾ വേനൽക്കാലം തുടങ്ങി പതുക്കെ ഒരു 22, 24 ചിലപ്പോൾ 28 മാക്സിമം വേനൽക്കാലത്ത് പോലും വരുന്നത് കേട്ടോ. ആ സമയത്തും എന്നും വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ഒരമ്മച്ചിയുണ്ട്. ഇവിടെ ഇരിക്കുന്നതിൽ 90 വയസ്സ് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഈ അമ്മച്ചി 22 കിലോമീറ്റർ ദൂരെ നിന്നാണ് വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് കേട്ടോ. തിങ്കൾ തൊട്ട് ശനി വരെ ആശ്രമത്തിൽ 22 കിലോമീറ്റർ. മഞ്ഞുകാലത്ത് ട്രെയിൻ കയറിയിട്ടും വേനൽക്കാലത്ത് സൈക്കിൾ ചവിട്ടിയിട്ടാണ് വരുന്നത്. 96 വയസ്സുണ്ട്. വേനൽക്കാലത്ത് സൈക്കിൾ ചവിട്ടിയിട്ടും മഞ്ഞുകാലത്ത് ട്രെയിൻ കയറിയിട്ടും. നമ്മുടെ ആശ്രമത്തിൻ്റെ അടുത്ത് തന്നെ ട്രെയിൻ സ്റ്റേഷൻ, ഒരു 450 മീറ്ററേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് അത്ര വലിയ പ്രശ്നമല്ല. 450 മീറ്റർ, എന്നെ സംബന്ധിച്ച് 450 മീറ്റർ പോലും മഞ്ഞുകാലത്ത് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ മുട്ടിൻ്റെ പൊക്കമുണ്ട് മഞ്ഞ്. അപ്പോഴാണ് ഈ അമ്മച്ചി 450 മീറ്റർ. പിന്നെ അവിടുത്തുകാർക്ക് അത് ഓക്കെയാണ്, മഞ്ഞ് പ്രശ്നമില്ല. ഈ സമ്മറിൽ 96 വയസ്സിൽ സൈക്കിൾ ചവിട്ടി വരിക എന്ന് പറഞ്ഞ് 22 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വരിക എന്ന് പറയുന്നത്, നിങ്ങൾ ഒന്നും കൂടെ ഓർക്കണം, ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 68% മലമ്പ്രദേശമാണ്. അപ്പം എന്തായാലും ഒരു കയറ്റം വർക്കൊക്കെ ചവിട്ടാതെ വരാൻ പറ്റില്ല, എത്ര ഗിയറുള്ള സൈക്കിളാണെന്ന് പറഞ്ഞാലും. സ്നേഹമുള്ളവരെ, അമ്മച്ചിയോട് സംസാരിക്കുമ്പോൾ ആഫ്രിക്കയിൽ കുറേ കാലം സഭയ്ക്ക് വേണ്ടിയിട്ട് മിഷൻ പ്രവർത്തകരെ സഹായിച്ചിട്ടുണ്ട്. സ്കൂൾ അധ്യാപികയായിരുന്നു കുറച്ചു കാലം നേഴ്സായിരുന്നു. ഈ അമ്മച്ചി പറയുന്നത്, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. കാരണം അത്രമാത്രം അനുഗ്രഹം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. എനിക്ക് ദൈവസന്നിധിയിൽ പറയാനുള്ള, പ്രാർത്ഥിക്കാനുള്ള നിയോഗങ്ങളെക്കാളും അനുഗ്രഹങ്ങൾ പറയാനുണ്ട്. എനിക്ക് അതിന് നന്ദി പറയാനുണ്ട്. അത് പറഞ്ഞിട്ടേക്ക് സമയം തീരുന്നില്ല. എൻ്റെ കുർബാനകൾ പോരാതെ വരുന്നു എനിക്ക്. നമ്മുടെയൊക്കെ ജീവിതത്തെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ, നമ്മൾ വെക്കുന്ന ഓരോ ചുവടും ദൈവത്തോട് ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്ന് ദിവസം നമുക്കതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും, ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നേ ദിവസം നിങ്ങളിവിടെ വന്നപ്പോൾ ഒരുപാട് നിയോഗങ്ങളുമായിട്ടായിരിക്കാം വന്നിരിക്കുന്നത്. കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ, കുടുംബത്തിൻ്റെ ഓരോ പ്രാരാബ്ധങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് വേദനകൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ ഓരോരുത്തരും. കണ്ണുകളെ അടച്ച് ഈ തിരുവൾത്താരയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സത്യമായും ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും, വിശുദ്ധീകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് കണ്ണുകളെ അടച്ച് കരങ്ങളൊന്ന് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താമോ? ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് ചേർത്ത് വെച്ച്. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ ദൈവം ഇന്ന് നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈശോയെ എൻ്റെ കുടുംബത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ഈശോയെ നിങ്ങളുടെ കുടുംബത്തിലേക്കൊന്ന് വിളിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ച് വിളിച്ചേ. ഈശോയെ ഒന്ന് വിളിച്ചേ. സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു ചെന്ന് ആ കുടുംബത്തിന് രക്ഷ നൽകിയ പൊന്നുതമ്പുരാൻ
ഇന്ന് നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈശോയെ ഒന്ന് വിളിച്ചേ. ഈശോയെ, എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ കുടുംബത്തെ നവീകരിക്കണമേ, എൻ്റെ കുടുംബത്തെ രക്ഷയുടെ തലത്തിലേക്ക് അങ്ങ് ഉയർത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിളിച്ചേ. സത്യമായും ഇന്ന് അത്ഭുതത്തിൻ്റെ വെള്ളിയാണ്, ഇന്ന് നിന്റെ ദിവസമാണ്, ഇന്ന് നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിന്റെ മുമ്പിലിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ, അവരുടെ കുടുംബത്തെ ഇന്ന് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അത്ഭുതങ്ങൾ ഈ മക്കളുടെ ഭവനത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നിയോഗങ്ങളുടെ മേൽ അവിടുന്ന് കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞേ, കർത്താവ് ഇന്ന് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ആന്റണി അച്ഛൻ എന്നെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ പേര് ബിജി ജോസഫ് എന്നാണ്. ഞാൻ ചാലക്കുടിക്ക് അടുത്ത് കൊരട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഏതാണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് അവിടെ തന്നെ തിരഞ്ഞെടുത്തിട്ട് 37 വർഷത്തോളമായി മുഴുവൻ സമയവും കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ അവിടെ തന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഏതൊക്കെയായാലും ഈ ഒരു വെള്ളിയാഴ്ച ഇന്നിവിടെ വരാനും ഒരു മനോഹരമായ ഒരു ദിനമാണ്. ഇന്ന് പുതിയ അച്ഛന്മാരെല്ലാവരും ഇവിടെ വന്നു. ഏതൊക്കെയായാലും നിങ്ങളും ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമാണ്. എൻ്റെ ഈ 37 വർഷത്തെ സുവിശേഷ യാത്ര എന്ന് പറയുന്നത്, ഞാൻ മനുഷ്യരുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം പ്രസംഗിക്കുക മാത്രമല്ല, ഈ ആർക്കും വേണ്ടാത്തവരുടെ ഇടയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. തെരുവോരങ്ങളിലും ആദിവാസി മേഖലയിലുമെല്ലാം പ്രവർത്തിക്കുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട് പോയി. അതുപോലെ തന്നെ ഞാൻ എറണാകുളത്ത് റിന്യൂവൽ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ മാസത്തെയും 2ാമത്തെ ശനി ഞായർ ഒരു 2 ദിവസത്തെ ധ്യാനം ചെയ്യുന്നുണ്ട്. അത് ദിവ്യകാരുണ്യ കുടുംബ നവീകരണ ധ്യാനമാണ്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും, എവിടെയൊക്കെ പോയാലും അവിടെയെല്ലാം പ്രശ്നം കുടുംബങ്ങളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുടുംബം എന്ന് പറയുന്നത് സഭയും സമൂഹവും വിശുദ്ധരുമെല്ലാം രൂപപ്പെടുന്നത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിൽ നിന്നാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത്, ഞാൻ പറയും, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് കുടുംബം. കുടുംബം ആരംഭിക്കുന്നത് തന്നെ കുദാശകളുടെ കുദാശയായ പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് വിവാഹമെന്ന കുദാശ ആശീർവദിക്കപ്പെട്ട് ഏറ്റവും പരിശുദ്ധമായി കാണപ്പെടേണ്ട കുദാശ കൂടിയാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഒന്ന് പറയാമോ? ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച്, ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ച്, അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് അവൻ ഇണയും തുണയുമായിട്ട് ദൈവം ഹവ്വായെ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം അധ്യായം 2 വാക്യം 18 കർത്താവ് പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. കത്തോലിക്ക വിവാഹമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അത് കൂദാശയാണ്. ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ വിവാഹം കഴിക്കാതെ ഉള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ,
ഇത് കൂദാശ ആയതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനല്ല ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെയൊന്നും ശ്രദ്ധിക്കുന്നില്ല. പെണ്ണിനൊരാണും ആണിനൊരു പെണ്ണും മതി എന്ന സംസ്കാരത്തിലേക്ക് ഇന്ന് നമ്മുടെ യുവതലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് തെറ്റായ സ്നേഹബന്ധങ്ങളിലൊക്കെ പോയി വീഴുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് ഭൂരിഭാഗം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ സുവിശേഷ ജീവിതം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. ഓരോ ഇടവകകളിലും സ്വദേശത്തും വിദേശത്തും ഞാൻ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് മാതാപിതാക്കളും മക്കളും ഒക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ്: കുഞ്ഞ് ചില തെറ്റായ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടുപോയി, അതിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നില്ല എന്ന്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഭാവിയെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് പരിശുദ്ധമായ ഒരു ചിന്തയില്ലാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കും, മക്കളെ, വികാരത്തെ വിവേകം കൊണ്ടും വിവേകത്തെ ഭക്തി കൊണ്ടും ദൈവഭക്തി കൊണ്ടും നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു നല്ല ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, മാമോദീസ എന്ന കൂദാശയാൽ ഈശോയുമായി ഐക്യപ്പെട്ട് വിശുദ്ധ കുർബാനയാൽ പരിപോഷിപ്പിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ്. പോരാഞ്ഞിട്ട് നമ്മൾ പ്രവാചകന്മാരുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ്. തോബിതിൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം അതിൻ്റെ 12ഉം 13ഉം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്: എല്ലാത്തരം അധാർമികതയിൽ നിന്നും നിന്നെ കാത്തുകൊള്ളുക, പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രമേ ഭാര്യയെ സ്വീകരിക്കുക. ഹല്ലേലൂയ. ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നിനക്ക് ചേർന്നതായിരിക്കണം. ചേർച്ച എന്ന് പറയുന്നത് അത് നിന്റെ വിശ്വാസത്തിന് ചേർന്നതായിരിക്കണം. അത് നിന്റെ വിശ്വാസത്തിന് ചേർന്നതായിരിക്കണം. അത് നിന്റെ കുടുംബത്തിന് ചേർന്നതായിരിക്കണം. അത് നിന്റെ വിദ്യാഭ്യാസത്തിന് ചേർന്നതായിരിക്കണം. അത് നിന്റെ ശാരീരിക പ്രകടനത്തിന് ചേർന്നതായിരിക്കണം. അങ്ങനെ ചേരാത്ത ബന്ധങ്ങൾ നിങ്ങൾ ചേർത്ത് വെക്കരുത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ തൊട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരോടൊരു പ്രൈസ് ദി ലോർഡ് പറയാമോ? ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയുക ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ്. ദൈവം ആഗ്രഹിക്കുന്നതും ദൈവത്തിൻ്റെ മക്കൾ തങ്ങൾക്ക് ചേർന്ന ഇണയെ തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ദൈവം പ്രവാചകനിലൂടെ പറഞ്ഞത്, നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് ജീവിത പങ്കാളിയെ നീ തിരഞ്ഞെടുക്കണം. അന്യ ജനതകളിൽ നിന്ന് നീ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കരുത്. കാരണം നമ്മൾ പ്രവാചകന്മാരുടെ സന്തതികളാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഞാനും നിങ്ങളും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വലിയ വിലയുള്ള വ്യക്തികളായതുകൊണ്ട് വിലക്കെട്ട പ്രവൃത്തികൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. സ്വരയർത്തി ഒന്ന് പറയാമോ? ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഇന്ന് അനേകം കുടുംബങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടിക്കടി ഉയരുന്നതല്ല കാണുന്നത്, അടിക്കടിക്ക് നശിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. വിവാഹം എന്ന കൂദാശ ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഫൗണ്ടേഷൻ ശരിയല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ എന്തെല്ലാം കെട്ടിപ്പടുത്ത് വെച്ചാലും അത് തകർന്നു പോകും. നമുക്കറിയാം, ഒരു കെട്ടിടം പണിയുമ്പോൾ ആദ്യം നോക്കുന്നത് അതിൻ്റെ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ശരിയായിരിക്കണം. വിവാഹമെന്ന കൂദാശയിലേക്ക് ഒരു പെണ്ണിനെയും
ഒരു പുരുഷനെയും നയിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ കൂദാശകളുടെ കൂദാശയായ പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ചാണ് വിവാഹമെന്ന കൂദാശ ആശീർവദിക്കുന്നത്. എത്രത്തോളം ഒരുങ്ങിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ വിവാഹമെന്ന കൂദാശയിലേക്ക് കൊണ്ടുവരുമ്പോൾ എത്രത്തോളം ഈ കൂദാശയ്ക്ക് വേണ്ടി നിങ്ങളുടെ മക്കളെ ഒരുക്കി എന്ന് മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇന്ന് ചില ഈ വിവാഹത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ കാണാൻ സാധിക്കും, പരിശുദ്ധ കുർബാന എന്ന കൂദാശയ്ക്കൊന്നും ആ ദമ്പതികൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നതൊന്നും കാണുന്നില്ല. അവര് ഫോട്ടോ, വീഡിയോ, ഇതിനൊക്കെയാണ് പ്രാധാന്യം. ഒരു 3 ദിവസത്തെ പ്രീ മാരേജ് കോഴ്സിന് പോകാൻ പറയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല. അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. പ്രിയപ്പെട്ടവരെ, ഈ അറിയാം എന്ന് പറഞ്ഞ് വലിയ കൊട്ടിഘോഷിച്ച് വലിയ ആർഭാടത്തിൽ വിവാഹം നടത്തിയിട്ട് തരിപ്പണമായ കുടുംബങ്ങൾ അനേകം. എൻ്റെ 37 വർഷത്തെ സുവിശേഷ ജീവിതത്തിൽ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഈ 37 വർഷത്തിനുള്ളിൽ എൻ്റെ അടുത്ത് കണ്ണുനീരോടെ വന്നു പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ, മുമ്പോട്ട് പോകാൻ ഒരു നിർവാഹവുമില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നതിനെ തൊട്ടോണ്ട് പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ വിവാഹം ആശീർവദിച്ച അച്ഛൻ്റെ കുഴപ്പമല്ല, ദൈവം ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ച് അവർക്ക് ഒരു ജീവിതത്തിന് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നാൽ ദൈവം അരുതേ എന്ന് പറഞ്ഞത് പിശാചിന്റെ വാക്ക് കേട്ട് ഹവ്വ കുഴപ്പമില്ല എന്ന് ചിന്തിച്ചപ്പോ അവരുടെ കുടുംബം നശിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കുടുംബം ഒരു ദേവാലയമാക്കി നിങ്ങൾ മാറ്റുകയാണെങ്കിൽ, ആ കുടുംബത്തെ ദൈവം സ്വർഗമാക്കി മാറ്റും. ഹല്ലേലൂയ. മറിച്ച് കുടുംബത്തെ ദേവാലയത്തിന് പകരം തിന്മയുടെ കേന്ദ്രമാക്കി മാറ്റിയാൽ ആ കുടുംബം നരകമായി മാറുന്നത് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ കുടുംബം ദേവാലയമാണോ അതോ തിന്മയുടെ വിളനിലമായി മാറിയിരിക്കുകയാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അടുത്തിരിക്കുന്നവരെ തൊട്ടുകൊണ്ട് പറ, മുഖത്ത് നോക്കിയിട്ട് പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഉണർവോടെ പറ ഹല്ലേലൂയ. മദ്യം, മയക്കുമരുന്ന്, തെറി, വഴക്ക്, പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ ഒരു കുടുംബത്തെ ദേവാലയമാക്കുന്നതല്ല, അത് നരകമാക്കുന്നതാണ്. ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രേക്ഷിതയായ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചു ഞാൻ മടുത്തു, ഞാനിപ്പോൾ ഇവിടുത്തെ പ്രേക്ഷിതയാ. ഞാൻ ചോദിച്ചു, പ്രാർത്ഥിച്ചു മടുക്കുകയോ? എനിക്കൊക്കെ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് മടുപ്പല്ല, വീണ്ടും പ്രാർത്ഥിക്കാനാ തോന്നുന്നത്. അപ്പൊ ഈ ചേച്ചി പറയുകയാണ്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മടുത്തു ബ്രദറെ. ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, എന്താ കാര്യം? അപ്പൊ ആ ചേച്ചി എന്നോട് പറയാ, എൻ്റെ മക്കൾ 2 പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളും മരുമകനും 2 പേരും IT കമ്പനി ജോലിക്കാരാണ്. പക്ഷെ അവരുടെ കുടുംബത്തിൽ
ഒരു സ്വസ്ഥതയുമില്ല. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പൊ എന്നോട് പറയാ, എന്ത് തങ്കപ്പെട്ട ഒരു മകനെയാണ് എനിക്ക് തന്നതെന്നറിയാമോ? എൻ്റെ മരുമകൻ എന്ന് പറയുന്നത് അവൻ മരുമകനല്ല, മകനാണ്. പക്ഷെ എൻ്റെ മകളുണ്ടല്ലോ, അവളെ ഒരു വിധത്തിലും എനിക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ മകനെ എത്രത്തോളമാണ് അവൾ ഉപദ്രവിക്കുന്നതെന്ന് എൻ്റെ ബ്രദറെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മരുമകൻ്റെ അടുത്ത് കൈകൂപ്പി നിൽക്കുമ്പോൾ അവൻ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറയും, അമ്മ വിഷമിക്കണ്ട, അവൾ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ അവളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി, ഇതിൽ പരം ഒരു ഭാഗ്യം എന്താ വേണ്ടേ? എത്ര നല്ല മരുമകനാ. പറ്റുമെങ്കിൽ അവനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ. അവൻ എന്നെ വിളിച്ചു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞൊരു വാക്ക്, ബ്രദറെ, എന്താണ് ഇവളുടെ ഉള്ളിലെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് കൗൺസിലേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയി, ഒരുപാട് അച്ഛന്മാരുടെ അടുത്ത് കൊണ്ടുപോയി, ഒരുപാട് ധ്യാനങ്ങൾ കൂടി. പക്ഷേ ഇവൾക്ക് എന്തെങ്കിലും ഞാനൊരു വാക്കു പറഞ്ഞാൽ മതി, ഇവള് പൊട്ടിത്തെറിക്കും. ഞാൻ പറഞ്ഞു, അവൾ അവിടെ ഉണ്ടോ? അപ്പൊ പറഞ്ഞില്ല, അവൾക്ക് ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ആണ്, അതിന് പോയേക്കാണ്. ഞാൻ പറഞ്ഞു, നാളെ വരുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവൾ ഫ്രീ ഉള്ളപ്പം എന്നെ ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, അവള് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഇവനൊന്ന് പറഞ്ഞു, എടീ, ഇങ്ങനെ അമ്മച്ചി പറഞ്ഞിട്ട് ഒരു ബ്രദറിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആ ബ്രദറിൻ്റെ നമ്പറും തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയായാലും ഇവൾ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, ഭർത്താവ് വീട്ടിലുണ്ടോ? അപ്പൊ പറഞ്ഞു, ഇല്ല, ഇത് പറഞ്ഞിട്ട് പുള്ളി ഡ്യൂട്ടിക്ക് പോയേക്ക. ഞാൻ ചോദിച്ചു, എൻ്റെ മോളെ, എന്താ നിന്റെ പ്രശ്നം? എന്താ മോളെ പ്രശ്നം? വിവാഹം ഒരു കുട്ടിക്കളിയല്ല. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അനുഗ്രഹത്തോടെയും നിനക്ക് ജീവിക്കണ്ടേ? നീ സമാധാനത്തിൽ ഉറങ്ങിയിട്ട് എത്ര കാലമായി? എന്താ മോളുടെ പ്രശ്നം? നീ എന്നോട് പറ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രക്ഷപ്പെടാനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇവൾ എന്നോട് പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. ഇത് പറയാനായിരുന്നോ വിളിക്കാൻ പറഞ്ഞേ? അവൾ ഫോൺ കട്ട് ചെയ്തു. എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ഞാൻ ഓർത്തു, അവൾക്ക് നന്നാകാൻ ആഗ്രഹമില്ല. അന്ന് വൈകിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പള്ളിയിൽ കുർബാനയിൽ ഈ പെൺകുട്ടിയെ ഞാൻ അവളെ കണ്ടിട്ടില്ല, ഒന്നുമില്ല. ഞാൻ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ അവളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, നീ കൂട്ടിച്ചേർത്തതാണ്. അവളുടെ അമ്മ ഒഴുക്കുന്ന കണ്ണുനീര്, അവളുടെ ഭർത്താവ് അനുഭവിക്കുന്ന വേദന, അതിനിന്ന് ഇവിടെ അവസാനം നീ കുറിക്കണമേ. സത്യമായും ഞാൻ വിശ്വസിക്കുന്നു, നീ അവളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന്. ഈശോയെ, എൻ്റെ വിശ്വാസം നീ കാണണമേ, നീ ആ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, കുർബാനയൊക്കെ കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോന്നു. അന്ന് വൈകിട്ടായപ്പോൾ ഇവള് വീണ്ടും എന്നെ വിളിച്ചേക്കുക. എന്നിട്ട് ഈ പെണ്ണെന്നോട് ചോദിച്ച ചോദ്യം ഇതാ, താങ്കൾ ആരാണ്? ഞാൻ പറഞ്ഞു, ഞാനൊരു ധ്യാനം നടത്തുന്ന ആളാ, മന്ത്രവാദി ഒന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞു, മന്ത്രവാദം ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചു, അതെന്താ കൊച്ചേ നീ അങ്ങനെ ചോദിച്ചേ? അവൾ എന്നോട് പറയുകയാ, ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, ഇങ്ങനെ വിളിക്കുക എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ വല്ല കൂടോത്രം വല്ലതും ചെയ്തോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞാൻ പറഞ്ഞു, എനിക്ക് ആ വക പണിയൊന്നും അറിയത്തില്ല. അടുത്തിരിക്കുന്നവരെ തൊട്ടോണ്ടെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ഞാൻ ഉടൻ തന്നെ ഈശോയോട് പറഞ്ഞു, നന്ദിയുണ്ട് കർത്താവേ എന്ന് പറഞ്ഞു. ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, എന്താ മോളെ, സമാധാനം വേണ്ടേ? സന്തോഷം വേണ്ടേ? നിന്റെ കെട്ടിയോനൊരു സന്തോഷം വേണ്ടേ? നിനക്ക് മക്കളുണ്ടോയെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, കൊച്ചുങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കുഞ്ഞൊക്കെ വേണ്ടേ? ഞാനിങ്ങനെ കാഷ്വലായിട്ട് ചോദിച്ചേ. എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഒരു സന്തോഷവും സമാധാനവും വേണം. ഇവള് കുറച്ച് കഴിഞ്ഞപ്പം ഇവള് കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചെന്താണ്? അവൾ എന്നോട് പറഞ്ഞു, എനിക്കിഷ്ടമില്ലാത്ത വിവാഹമാണ് എൻ്റെ വീട്ടുകാർ നടത്തിയത്. എനിക്കൊരു ചെറുക്കനെ ഇഷ്ടമായിരുന്നു. 9 വർഷക്കാലം ഞങ്ങൾ സ്നേഹിച്ചു, 9 വർഷക്കാലം. പക്ഷേ ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും അത് പറഞ്ഞപ്പോൾ അവർ അത് സമ്മതിച്ചില്ല. ഞാൻ ചോദിച്ചു, മോളെ, എന്താണ് നിൻ്റെ അപ്പനും അമ്മയും സമ്മതിക്കാതിരുന്നത്? അപ്പോൾ ഉടൻ തന്നെ
അവൾ എന്നോട് പറയുകയാണ്, അവൻ ഒരു വിജാതീയ ചെറുക്കനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇവൾ എന്താണെന്ന് പറഞ്ഞു. അവളെ ഞാൻ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു, മോളെ, നിനക്കറിയാമോ, നിന്റെ അപ്പനും അമ്മയും അല്ല നിനക്കെതിരായത്, അവന്റെ അപ്പനും അമ്മയുമാ. കാരണം ആ വിജാതീയ സ്ത്രീ അവളുടെ മകനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും. നീയുമായിട്ടുള്ള ബന്ധമറിഞ്ഞപ്പോ അവന്റെ അമ്മയും അപ്പനും ഉള്ളിൽ വേദനിച്ചിട്ടുണ്ടാകും. അവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, എൻ്റെ ദൈവമേ, എൻ്റെ മകനെ ആ പെണ്ണിൽ നിന്നും രക്ഷിക്കണമേ എന്ന്. ആ ചെറുക്കൻ്റെ അമ്മയുടെ അപ്പൻ്റെയും കണ്ണുനീര് സ്വർഗത്തിലെ ദൈവം കേട്ടിട്ടുണ്ട് മോളെ. കുറെ സമയം ഇരുന്ന് സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നമുക്ക് തമ്മിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് എറണാകുളത്ത് റിന്യൂവൽ സെന്ററിൽ നടക്കുന്ന ധ്യാനത്തിലാ. മോക്ക് പറ്റുമെങ്കിൽ ഒന്ന് അവിടം വരെ വാ. ഇവള് പറഞ്ഞു, എനിക്ക് ലീവൊന്നും കിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, 2 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഇവൾ ആ ധ്യാനത്തിന് വന്നു. അവളുമായിട്ട് നേരിട്ട് സംസാരിച്ചു. ഇവൾ എന്നോട് പറയുക, എന്തോ ബ്രദറിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി എനിക്കൊന്ന് ചിരിക്കാനുള്ള ഭാഗ്യം എൻ്റെ ദൈവം എനിക്ക് തന്നു. എൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ അതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ഉപദേശങ്ങൾ കേട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എത്ര നാൾ നിങ്ങൾ ഈ ദുഃഖം പേറി ജീവിക്കും? എത്ര നാൾ ഈ ശപിക്കപ്പെട്ട ജീവിതവുമായി നിങ്ങൾ മുമ്പോട്ട് പോകും? നിങ്ങൾക്കൊരു സന്തോഷം വേണ്ടേ? നിങ്ങൾക്കൊരു സമാധാനം വേണ്ടേ? നിങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടല്ല, സമ്പത്തില്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ കൂടെ ദൈവമില്ലാഞ്ഞിട്ടുമല്ല. ദൈവം പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്നവരെ തൊട്ടോണ്ട് പറ ഹല്ലേലൂയാ. ഉണർവോടെ പറ ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ഞാൻ പറയുക, നിങ്ങളുടെ എല്ലാവരുടെയും ഭർത്താക്കന്മാർ വിശുദ്ധന്മാരൊന്നുമല്ല. എല്ലാവരുടെ ആഗ്രഹം ഇതാ, എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ ഒരു കുറവുമില്ലാത്തവനായിരിക്കണം. കുറവില്ലാത്ത ഒരു പുരുഷനും ഈ ഭൂമിയിൽ ഇല്ല. ഹല്ലേലൂയാ. ഇച്ചിരിയൊക്കെ ദേഷ്യപ്പെടും, ഇച്ചിരിയൊക്കെ കോപിക്കും, ചിലപ്പം മിണ്ടാണ്ട് നടക്കും. ഇതൊക്കെ എല്ലാവരുടെയും പ്രശ്നമാണ്. ഇതൊന്നും ഇല്ലാത്തതാണെങ്കിൽ ഞാൻ പറയും, അവനെ പുരുഷനെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. എന്തോ ഒരു മാംസപിണ്ഡം, ഒരു വികാരവുമില്ലാത്ത, എല്ലാവർക്കും എല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണമെന്ന് നീ പരിശീലിക്കണം. 1 പത്രോസ് അധ്യായം 3 വാക്യം 1 മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെ പറയുക, ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരാകുക. വിധേയരാകാൻ പറ്റുമോ? ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് വിധേയപ്പെടുത്താനല്ല പറഞ്ഞേ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരാകണം. നല്ല കുടുംബജീവിതം ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയാണ് നീ എങ്കിൽ, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നീ നിന്റെ ഭർത്താവിന് വിധേയപ്പെടണം. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാ. ദൈവം പോലും, മാതാവ് പോലും കണ്ടാ പേടിക്കുന്ന കൊന്ത കഴുത്തേലിട്ടാലൊന്നും നീ നല്ല ഭാര്യയാകത്തൊന്നുമില്ല. ചില ആൾക്കാർക്ക് അരേ കൊന്ത, കഴുത്തെ കൊന്ത, കയ്യെ കൊന്ത, മൊത്തം കൊന്ത മയവാ. പക്ഷേ ഒന്ന് സംസാരിക്കണം, അവിടെ സ്വഭാവം അറിയണമെങ്കിൽ. ഒരു പ്രാവശ്യം ഒരു കെട്ടിയവൻ എന്നോട് പറഞ്ഞൊരു കാര്യ, എൻ്റെ ബ്രദറെ, എൻ്റെ ഭാര്യ 3-4 ധ്യാന കേന്ദ്രത്തിലെ കൗൺസിലറാ. ഞാൻ ചിരിച്ചു. എന്നിട്ട് പുള്ളി പറയാ, അവളുടെ പവർ അറിയണമെങ്കിൽ വൈകിട്ട് ബ്രദറ് വീടിൻ്റെ പുറകിൽ വന്ന് നിന്നാ മതിയെന്ന്. വീടിൻ്റെ പുറകിൽ, കാരണം അതാണ് പവർ. ഞാൻ ചോദിച്ചു, ചേട്ടാ സമാധാനം ഉണ്ടോ? അപ്പൊ പറയാണ്, അവൾ എന്ന് കൗൺസിലറായോ അന്ന് പോയതാണ് എൻ്റെ സമാധാനം. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, എൻ്റെ കർത്താവേ, ഇവളെ എല്ലാ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഒന്ന് പുറത്താക്കി കിട്ടണമെന്ന്.
ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ തൊട്ടോണ്ട് പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. എന്നോട് ചില ആൾക്കാർ, അച്ഛന്മാർ പറയേ, ബ്രദർ ഇവിടെ തന്നെ നിന്ന് ശുശ്രൂഷ ചെയ്യാവോ എന്ന് ചോദിക്കും. ഞാൻ പറയും ചെയ്യില്ല അച്ഛാ, കാരണം എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്ക് അമ്മയുണ്ട്, എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തം ചെയ്യാനാ. ഞാൻ ഇവിടെ വന്ന അവരുടെ ഉത്തരവാദിത്തം ആര് ചെയ്യും? ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോ ഇപ്പൊ ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ ഭാര്യ കേൾക്കണ്ട, എൻ്റെ വീട്ടില് ഓൺലൈനില്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോ എൻ്റെ ഭാര്യ എന്നെ നോക്കിയിട്ട് എന്ന് വെക്കാൻ പാടില്ല. ഹല്ലേലൂയ. സ്വരയർത്തി പറ ഹല്ലേലൂയ. എൻ്റെ മക്കള് പറയരുത് അപ്പന് മൈക്ക് കിട്ടിയ പുലിയ വീട്ടിൽ വന്ന് അല്ല. ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, മക്കളെ അപ്പനെ കണ്ട് പഠിക്കണം, എന്നെ കണ്ട് നിങ്ങൾ പഠിക്കണം. ഇതാണ് ഞാൻ എൻ്റെ മക്കളോട് പറയാറുള്ളത്. എൻ്റെ ഭാര്യയോട് ഞാൻ പറയുന്നൊരു കാര്യം ഇതാ, നീ അയൽവക്കത്തേക്ക് നോക്കരുത്, നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കുക. നമ്മുടെ ജീവിതം അത് സമാധാനപൂർണമാക്കി മാറ്റണം. നമുക്കൊരിക്കലും മറ്റുള്ളവരെ പോലെ അല്ല ജീവിക്കേണ്ടേ. നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാ, നിങ്ങളുടെ ഭർത്താവിന് വലിയ കഴിവോ പണമോ പ്രതാപമോ വലിയ ബുദ്ധി വൈഭവോ ഒന്നും ഉണ്ടാകത്തില്ല. പാവം ആ മനുഷ്യന് നിനക്കൊന്ന് വിധേയപ്പെടാനായിട്ട് സാധിക്കുമോ? അങ്ങനെ വിധേയപ്പെടാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ കള്ളുകൂടിയനാകാം, തെറി പറയുന്നവനാകാം, എന്തു ആയിക്കൊള്ളട്ടെ. ഇവിടെ ബൈബിൾ പറയുകയാ, വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് ഭാര്യമാരെ നിങ്ങൾക്ക് അവരെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാ, കെട്ടിയോൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് ചിലപ്പോൾ കൂട്ടുകാരുടെയൊക്കെ കൂടെ പോയി 2 അടിച്ചിട്ടൊക്കെ ഇങ്ങനെ ആടി വരുമ്പോ നീ പരിശുദ്ധാത്മാവ് കയറി ഇവിടുത്തെ പ്രാർത്ഥന കയറി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നീ പ്രതീക്ഷിക്കുന്നത് എൻ്റെ കെട്ടിയോൻ കൂട്ടുകാരുടെ പോയി പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ യേശുക്രിസ്തുവിനെ പോലെ വരണമെന്നായിരിക്കും ആഗ്രഹിച്ചായിരിക്കും ഈ വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുന്നേ. അപ്പോഴാണ് പുള്ളി വെള്ളമെല്ലാം അടിച്ച് ലൂസിഫറായിട്ട് വരുന്നത്. നീ ആഗ്രഹിച്ചത് യേശുക്രിസ്തുവിനെയാ, കിട്ടിയതോ ലൂസിഫറിനെയാ. അപ്പം നീ എന്ത് ചെയ്യും? നീ അപ്പോഴത്തേക്കും പത്രോസ്ലീഹ പറയുകയാണ്, നീ ചെയ്യേണ്ടത് പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന നല്ലൊരു ഭാര്യയായിട്ട് മാറണം. അല്ലാതെ നാഗവല്ലിയെ പോലെ എടുത്തു ചാടി ഇങ്ങോട്ട് വാ ചെയ്യരുത്. നീ പതുക്കെ ചെല്ലണം, സ്നേഹത്തോടെ ചെല്ലണം. അയാളോട് പറയണം, ചേട്ടാ എവിടെയെങ്കിലും വീണോ, മുട്ടുപൊട്ടിയോ, ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നോ, ബാ. സ്നേഹത്തോടെ സ്വീകരിക്കണം. എന്നിട്ട് കൊണ്ടുവന്ന് പിടിച്ചുകൊണ്ടേ കട്ടിലേക്ക് കടത്തണം. ഒരു പരാതി പോലും പറയരുത്. നീ ഒരു 10 പ്രാവശ്യം ചെയ്തു നോക്കിക്കേ. 11ാമത്തെ പ്രാവശ്യം ആ മനുഷ്യൻ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഞാൻ ഇത്രയൊക്കെ ചീത്തയായിട്ടും എന്താണ് ഇവൾ എന്നോടൊന്നും പറയാത്ത? ഇത് നിങ്ങളോട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും. ഒത്തിരി പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഈ അഭ്യാസ മുറ എടുപ്പിച്ച് ആ കുടുംബം രക്ഷപ്പെടുത്തിയ ഒരാളാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അടുത്ത് കരഞ്ഞ് നിലവിളിച്ച് ചാകാൻ പോവാണെന്നും പറഞ്ഞു വന്ന പെണ്ണുങ്ങളോട് ഞാൻ പറയും, നിനക്ക് ജീവിക്കണമെങ്കിൽ വഴി ഞാൻ പറഞ്ഞു തരാം. ചാകണമെങ്കിൽ എന്നോട് പറയരുത്, വേഗം പോയി ചത്തോ. ജീവിക്കണമെങ്കിൽ വഴി ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഈ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കും, മാക്സിമം 1 മാസം കഴിയുമ്പോൾ ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറയും, ബ്രദറെ പുള്ളി മാറിത്തുടങ്ങി. ഏതാനും നാളുകൾക്ക് മുമ്പ് ചിറ്റൂര് ഒരു ചേച്ചി എന്നോട് പറയാം, ഞാൻ ധ്യാനത്തിന് പോകുന്നതിന് ഏറ്റവും എതിര് എൻ്റെ കെട്ടിയോനായിരുന്നു, പക്ഷെ ഇപ്പം
ചിറ്റൂര് ധ്യാന കേന്ദ്രത്തിലെ അടിമയാണ് എൻ്റെ കെട്ടിയോന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ചോദിച്ചു അതെങ്ങനെ സംഭവിച്ചു. ബ്രദർ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കെട്ടിയോനെ അങ്ങ് സ്നേഹിച്ചു. ഞാൻ എൻ്റെ കെട്ടിയോൻ്റേതങ്ങായി. ഹല്ലേലൂയ. നിങ്ങൾക്കാകാൻ പറ്റുമോ? ഇന്ന് മുതലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. നിങ്ങളുടെ കെട്ടിയോൻ്റെ അടുത്ത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കേ, നിങ്ങൾ ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വൈദികരെ കാണുമ്പോൾ എങ്ങനെയാ പെരുമാറുന്നത്? അച്ഛനെ കാണുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചെരിഞ്ഞ് വളഞ്ഞ് എന്തോ ഒരു സ്തുതിയാ. ഞാനും ഓരോ സ്ഥലത്തൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഓരോ ചേച്ചിമാര് എൻ്റെ അടുത്ത് വന്നിട്ട്, ബ്രദറെ പ്രൈസ് ദ ലോർഡ്, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയണ്ട. നിങ്ങളുടെ കെട്ടിയോൻ്റെ അടുത്ത് നിങ്ങൾ സ്നേഹത്തോടെ, ഭവ്യതയോടെ, പക്വതയോടെ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് പെരുമാറിക്കേ. നിങ്ങളോട് ഞാൻ പറയാ, 1000 ധ്യാനഗുരുവിൻ്റെ അടുത്ത് പോയി വളഞ്ഞുകുത്തി പ്രൈസ്തലോട് പറഞ്ഞാലും നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല. പക്ഷേ ആ ധ്യാനഗുരുവിൻ്റെ അടുത്ത് വളയുന്നതിൻ്റെ 1000-ൽ 1 അംശം നിങ്ങളുടെ കെട്ടിയോൻ്റെ അടുത്തൊന്ന് വളഞ്ഞാൽ ചേച്ചിക്ക് കാര്യം പിടികിട്ടി, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. അടുത്തിരിക്കുന്നവരെ തൊട്ടോണ്ട് പറ ഹല്ലേലൂയ. സ്വരയർത്തി പറ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുക, ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാരോടും എനിക്ക് പറയാനുണ്ട്, നിങ്ങളുടെ ഭാര്യമാരോട് നിർദ്ദയമായി സംസാരിക്കരുത്. ചില കെട്ടിയോന്മാർക്കൊരു കുഴപ്പമുണ്ട്. പട്ടിയുടെ മേത്ത് പൂച്ചേനെ പിടിച്ചിട്ട പോലെയാണ് പെണ്ണുമ്പിള്ളയോട് സംസാരിക്കുന്നത്. ആ സമയത്ത് തൊട്ടപ്പുറത്തെ നാരായണിയോട് സംസാരിക്കുമ്പോൾ, നാരായണിയെ എന്തോരു സ്നേഹവാ. അപ്പൊ നാരായണി പറയാ, എൻ്റെ ജോസിയേട്ടാ എൻ്റെ നടുവിനൊരു വേദന. ഓഹോ, നാരായണി ഒളിനിയുണ്ട്, കൊട്ടഞ്ഞുക്കാതിയുണ്ട്, പക്ഷെ മേരി ഇവിടെ ഒരു പെണ്ണുമ്പിള്ള മുട്ടുവേദന പറയാൻ തുടങ്ങിയിട്ട് മാസം 2 അവന് സ്വന്തം ഭാര്യയുടെ മുട്ടുവേദനയല്ല, അപ്പുറത്തെ വീട്ടിലെ നാരായണിയുടെ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സമാധാനം വേണോ? നാട്ടിൽ കണ്ട നാരായണിയെ നോക്കിയിട്ട് കാര്യമില്ല. ഇച്ചിരി എല്ലും തോലും ഒക്കെ ആയാലും അതിലേക്കൊന്നും നോക്കുക. വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഉണ്ടാവില്ല. ഇത് ദൈവം ചേർത്ത് വെച്ചതാ, ദൈവം ചേർത്ത് വെച്ചതാ. അതിനെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്കണം. അവളുടെ നേരെ തട്ടിക്കേറിയല്ല സംസാരിക്കണ്ടേ, അവളെ ജീവിതത്തോട് ചേർത്ത് വെക്കണം. ഇത് ദൈവം തന്നതാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. കർത്താവ് നമ്മുടെ യോവാക്കീം പിതാവിൻ്റെ കയ്യിലേക്ക് അന്നയെ വെച്ചു കൊടുത്തപ്പോ, യോവാക്കീമും അന്നയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ ദേവാലയ തുല്യമാക്കിയപ്പം സ്വർഗത്തിലെ ദൈവം അവർക്ക് കൊടുത്തത് മറിയം എന്ന് പറയുന്ന സ്വർഗത്തിന്റെ മകളെയാണ്. പരിശുദ്ധ കന്യകാ മാതാവിനെ യോവാക്കീമിന്റെയും അന്നയുടെയും കയ്യിലേക്ക് വെച്ചുകൊടുത്തു എന്നതാണ്. സഖറിയായുടെ കയ്യിലേക്ക് മച്ചിയായ എലിസബത്തിനെ കൊടുത്തപ്പോ അവൻ അവളെ കളയാൻ നിന്നില്ല. അവരുടെ ദാമ്പത്യ ജീവിതത്തെ ദേവാലയ തുല്യമാക്കിയപ്പോ ദൈവം തമ്പുരാൻ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത് സ്നാപക യോഹന്നാനാണ്. സ്വർഗത്തിന്റെ വഴികാട്ടിയെയാണ് ദൈവം അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് വെച്ചു കൊടുത്തത്. നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ നിനക്ക് ദേവാലയ തുല്യമാക്കി മാറ്റാൻ പറ്റുമോ? അത് സ്വർഗ തുല്യമാക്കി ദൈവം മാറ്റുന്നത് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ തൊട്ടോണ്ട് പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നോട് ചില ആൾക്കാർ പറയാറുണ്ട്, ബ്രദറെ വീടായ സമാധാനായെന്ന്. ഇവിടെ ഞാൻ കണ്ടത് ഭയങ്കര. ലക്ഷക്കണക്കിന് രൂപ മുടക്കി വലിയ കൊട്ടാര സദൃശ്യമായ വീടും പണിത്, വലിയ ഫാമിലി കോട്ട് കട്ടിലും മേടിച്ച് 16 ഇഞ്ചിന്റെ ബെഡും മേടിച്ചിട്ടിട്ട് അതിൻ്റെ 2 അറ്റത്ത് കിടക്കുന്ന കെട്ടിയോനെയും കെട്ടിയോളെയും എനിക്കറിയാം. 2 പേരും കൂടെ അടുത്ത് കിടക്കുകയല്ല. എന്നാ വീടുമില്ല, കട്ടിലുമില്ല, പായുമില്ലാണ്ട് ഒരു കീറത്തുണി വിരിച്ചിട്ട്
അവത്തേൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെയും എനിക്കറിയാം. ഹല്ലേലൂയ, സ്വരയർത്തി പറ ഹല്ലേലൂയ. അതുകൊണ്ട് വീടും വള്ളവും കട്ടിലും ഒന്നും അല്ല പ്രിയപ്പെട്ടവരെ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രാധാന്യം. അവിടെ ദൈവം ഉണ്ടാകണം, അവിടെ ദൈവം ഉണ്ടാകണം. ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ, കടപ്പുറം സൈഡാണ്, അവിടെ പ്രസംഗിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, ബ്രദറെ ഈ ഹൗസ് വിസിറ്റിംഗ് ഒന്ന് നടത്തുന്നത് നല്ലതാ. ഞാനങ്ങനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുടുംബമാണ് എൻ്റെ ഹൈലൈറ്റ്. ഇപ്പം ഞാൻ നടത്തുന്ന ധ്യാനം എറണാകുളത്ത് എല്ലാ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഞാൻ തന്നെ നടത്തുന്ന ആ ധ്യാനത്തിന് ഞാൻ ദിവ്യകാരുണ്യവും കുടുംബജീവിതവും. കുടുംബം ശരിയാകണോ, പരിശുദ്ധ കുർബാനയുമായിട്ട് നിങ്ങൾക്കൊരു അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടാകണം. ആ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടുന്ന ഊർജം സ്വീകരിച്ചുകൊണ്ട് നല്ല ദാമ്പത്യ ജീവിതം നയിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അപ്പം ഞാനിങ്ങനെ ഹൗസ് വിസിറ്റിങ്ങിന് പോയി. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പ്രായം ചെന്നൊരു അപ്പച്ചനും അമ്മച്ചിയുണ്ട്. ഞാൻ പതുക്കെ ചെന്നപ്പോൾ ഈ അമ്മച്ചി വളഞ്ഞാ നിൽക്കുന്നേ. ഈ അമ്മച്ചി എന്നോട് പറഞ്ഞു, അൻ്റെ ദൈവം ഇതാരാ വന്നേക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നെ പിടിച്ച് ഒരു കട്ടിലേൽ ഇരുത്തി. ആകെ ഒരു കട്ടില, ആ കട്ടിലേൽ ഞാൻ ഇരുന്നപ്പോൾ തന്നെ അത് കീ 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 കീന്ന് കരയുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ നോക്കി, എൻ്റെ കൂടെ കൊച്ചച്ഛനുണ്ട്. കൊച്ചച്ഛനോട് ഞാൻ പറഞ്ഞു, കാരണം കൊച്ചച്ഛനും കൂടെ ഇവത്തെ ഇരുന്ന ഞങ്ങൾ രണ്ടുപേരും കൂടെ താഴെ കിടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനിരിക്ക്, ഞാൻ എഴുന്നേറ്റ്. അച്ഛനിരിക്ക്, ഞാൻ എഴുന്നേറ്റു. അപ്പൊ ഈ അമ്മച്ചി, വളഞ്ഞിരിക്കുന്ന അമ്മച്ചി എന്നോട് പറയുകയാണ്, ഞാനൊരു കാപ്പി ഇടട്ടെ, ഒരു ചെറ്റക്കുടില്. ഞാൻ പറഞ്ഞിടാൻ പറഞ്ഞു. കാപ്പിയൊക്കെ ഇട്ടു. ഞാൻ ചോദിച്ചു, ഇവിടെ ആരും ഇല്ലേ വേറെ, നിങ്ങൾ രണ്ടുപേരേ ഉള്ളോ? അപ്പോൾ ഉടൻ തന്നെ ഈ അപ്പച്ചൻ പറയാ, എൻ്റെ അച്ചോ, എന്നെ അച്ഛാന്ന് വിളിച്ചേ, എൻ്റെ അച്ചോ ഞങ്ങൾക്ക് പിള്ളേരില്ല അച്ചോ. എൻ്റെ മോൾ അവളും അവളുടെ മോൻ ഞാനും വന്നു. അപ്പൊ ഈ അമ്മച്ചിയുടെ മുഖത്തെ നാണം കാണണം. ഞാൻ എന്നിട്ട് ഈ കൊച്ചച്ഛനോട് പറഞ്ഞു, അച്ഛൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ജന്മത്തെ കണ്ടിട്ടുണ്ടാവുമല്ല. അപ്പൊ അച്ഛൻ പറയാ, ഈ മുഖം കണ്ടാ മതിയല്ലോ ബ്രദറെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അച്ഛൻ പറയാ, രണ്ടച്ഛന്മാരുള്ള കുടുംബത്തിലെ ഞാൻ വളർന്നേ, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ലെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അച്ഛന്മാരും കന്യാസ്ത്രീകളും ധ്യാനഗുരുക്കന്മാരും കുടുംബത്തുണ്ടെന്നും പറഞ്ഞിട്ടൊന്നും നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വേണോ, ഈശോ പറയുന്നത് നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന നിങ്ങളെല്ലാം ഈശോയെ അന്വേഷിച്ചു വന്നവരാണെന്ന് എനിക്കറിയാം. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ പറയാ, ഭാര്യമാരെ നിങ്ങൾ കർത്താവിനോടെന്നതുപോലെ നിങ്ങൾ ഭർത്താവിന് വിധേയരാകണം. ആരോടെന്നതുപോലെയാ? നിങ്ങൾ അങ്ങനെയൊക്കെയാണോ ഭർത്താക്കന്മാരോട് സംസാരിക്കുന്നേ? കർത്താവിനോടെന്ന പോലെ. ഇപ്പൊ കെട്ടിയന്മാരുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു വെച്ചോ, കാരണം ഇതുപോലത്തെ ഒരു മുഖം നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവുമല്ല പെണ്ണുങ്ങളത്. അപ്പൊ നിങ്ങൾ, അതാണ് ഈ ഒരു ദിവ്യത്വം നമുക്കുണ്ടാകണം സ്ത്രീകളെ. ഒരു ദിവ്യത്വം. ഞാൻ പൊക്കി പറയല്ല, ദൈവം എനിക്ക് തന്ന എൻ്റെ ജീവിത പങ്കാളി ഞാൻ കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതൊന്നുമല്ല. എൻ്റെ കൂട്ടുകാരും എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെല്ലാവരും കൂടെ ആലോചിച്ച് എനിക്ക് തന്നു. ഞാൻ ഒറ്റ കണ്ടീഷനേ പറഞ്ഞുള്ളൂ, എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് സൗന്ദര്യമോ പണമോ പ്രതാപമോ അല്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ നിങ്ങൾ ആലോചിച്ചോ, ഞാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കയ്യെ പിടിച്ച് അന്നു വേണ്ടുന്ന ആഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണിനെ ആലോചിച്ചോളാൻ പറഞ്ഞു. ദൈവം നിങ്ങൾക്ക് ചേർന്ന ഇണയെ തരുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു ഭാര്യനെ എൻ്റെ കർത്താവ് എനിക്ക് തന്നേ. എൻ്റെ ഏറ്റവും വലിയ മഹത്തായ ഭാഗ്യം ഏതാണെന്ന് ചോദിച്ചാൽ
ഞാൻ ഏതുറക്കത്തിലും ഞാൻ പറയും, എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കേട്ട് ഉണരുവാനും എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കേട്ട് ഉറങ്ങുവാനുമുള്ള ഭാഗ്യം എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുറേ അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് ഒരു ദിവസമെങ്കിലും നിന്ന് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിക്കാൻ വന്ന ഒരു ഹിന്ദുവായ ഒരു ചേട്ടൻ മാളയിൽ നിന്ന് വന്നതാ. ഈ ചേട്ടൻ പെയിൻ്റ് അടി രണ്ടാമത്തെ ദിവസമായപ്പം ഈ ചേട്ടന് ബീഡി വലിക്കുന്നൊരു ചേട്ടനാ. ചേട്ടൻ പുറത്തു പോയിട്ടാ ബീഡി വലിക്കുക. രണ്ടാമത്തെ ദിവസമായപ്പോൾ ഈ ചേട്ടന് ഒരു പ്രത്യേകത. മൂന്നാമത്തെ ദിവസമായപ്പോൾ ഈ ചേട്ടൻ അധികം വർത്താനമൊന്നുമില്ല, ബീഡി വലിയൊന്നുമില്ല. നാലാമത്തെ ദിവസം പെയിൻ്റ് അടി കഴിഞ്ഞപ്പോൾ ഈ ചേട്ടന് എന്നോട് പറയാണ്, ഞാൻ ഒരുപാട് സ്ഥലത്ത് വർഷങ്ങളായിട്ട് പണി ചെയ്യാൻ പോയിട്ടുണ്ട് ബ്രദറെ, പക്ഷെ ഈ വീട്ടിൽ ഞാൻ പെയിൻ്റ് അടിച്ച്, എല്ലാ വീട്ടിലും പെയിൻ്റ് അടിക്കാൻ വന്ന പോലെ ഇവിടെ വന്നേ, പക്ഷേ ബ്രദറിൻ്റെ ഭാര്യനെ ഞാൻ നമിച്ചു. ഞാൻ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചു. അപ്പോൾ ഉടൻ തന്നെ പുള്ളി എന്നോട് പറയാണ്, ഞാനിത് ആ ഭാഗം പെയിൻ്റ് അടിക്കുന്ന സമയത്തൊക്കെ ഭാര്യയുടെ ചേച്ചിയുടെ വായിൽ നിന്ന് എപ്പോഴും പ്രാർത്ഥന തന്നെ ഞാനിങ്ങനെ കേട്ടു. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, ഇതെന്താ ഈ പിറുപിറുപിറ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന്. ഇതിന് വല്ല വട്ടായിരിക്കുമെന്ന് ആദ്യം കരുതിയേ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പം മനസ്സിലായി എപ്പോഴും പ്രാർത്ഥിക്കുന്നേ. അപ്പോൾ ഉടൻ തന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ ലേബറാണ് പുള്ളി. എൻ്റെ കൂട്ടുകാരൻ പറയാണ്, എടോ തന്നോട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ബീഡി വലിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വലിക്കരുത്, അപ്പുറത്തെ പറമ്പിൽ പോയി വലിച്ചോണം എന്ന് പറഞ്ഞത്. ചേച്ചി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞാനപ്പം നിങ്ങളോട് ഞാൻ പറയാ, എൻ്റെ ഭാര്യ വലിയ IAS കാര്യമൊന്നുമല്ല, നിങ്ങൾക്കും അതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റും. ഇന്ന് വരെ അവൾ എൻ്റെ അടുത്ത് ഒന്ന് മുഖം കറുപ്പിച്ച് ഒരു നോട്ടം പോലും നോക്കിയിട്ടില്ല. ദൈവം അങ്ങനെ എന്നെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങളെ കൊണ്ട് പറ്റും പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ചുമ്മാ ഒരു ഓർഡിനറി പ്രാർത്ഥനക്കാരാകാതെ ഒരു പ്രവൃത്തിയുടെ തലത്തിലേക്ക് ആ പ്രാർത്ഥനയൊന്ന് മാറ്റിക്കേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പുരുഷന്മാരോട് കർത്താവ് പറയുന്നൊരു കാര്യമാണ്, ക്രിസ്തു തൻ്റെ ശരീരമായ സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഇവരെ തെറി പറയൊന്നും ചെയ്യരുത്. നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കേ, ഭാര്യനെ തല്ലുന്നതോ അവളെ തെറി പറയുന്നതോ അവളുടെ ആവശ്യങ്ങൾ കണ്ടിട്ടും കാണാതെ നടക്കുന്നതോ അവളുടെ വേദന മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാതെ നടക്കുന്നതോ അത് ആണത്വമല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ഭാര്യനെ നിങ്ങളല്ലാതെ വേറെ ആര് സ്നേഹിക്കും? അവളുടെ കൊച്ചു കൊച്ചു കഴിവുകളെ നിങ്ങളല്ലാതെ ആര് പ്രോത്സാഹിപ്പിക്കും? അവളുടെ വേദന നിങ്ങളല്ലാതെ വേറെ ആരും മനസ്സിലാക്കും? അവക്കൊരുപാട് വേദനകളുണ്ടാകും. നിങ്ങൾ അവിടെ അടുത്തൊന്നിരിക്കണം. എന്നിട്ട് അവളോട് ചോദിക്കണം, ചക്കരയെന്നോ വാവയെന്നോ മുത്തേന്നോ പൊന്നേന്നോ എന്തു വേണേലും വിളിക്ക്. നാട്ടിൽ കണ്ടവരെ വിളിക്കാതെ. ചില ആൾക്കാർ പട്ടിയെ മേടിച്ച് വളർത്തിയിട്ട് പറയും പൊന്നേ. ഈ വിളി ഒന്ന് കേൾക്കാൻ കണ്ട അവരുടെ വിഷമം മനസ്സിലാക്കണം. അവര് കൊതിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാര്യനെ ഒന്ന് സ്നേഹിക്കുക. അവൾ ജോലിയൊക്കെ ചെയ്ത് അടുക്കളയിൽ വയ്യാതാവുമ്പോൾ നിങ്ങളൊന്ന് പതുക്കെ ഒന്ന് അടുത്തൊക്കെ ചെന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കണോ, മടുത്തോടാ? മതിയടാ ഈ പണിതത്, ഇതൊക്കെ മതി. രാവിലെ മുതൽ വൈകിട്ട്. ഇന്നാൾ ഒരു പ്രാവശ്യം ഒരു ചേട്ടത്തി എന്നോട് പറയാ, അത് ആ ചേച്ചി ഒളിച്ചോടിപ്പോയി ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്നിട്ട് അവരുടെ ബന്ധുക്കൾ പിടിച്ച് എൻ്റെ അടുത്ത് ധ്യാനത്തിന് കൊണ്ടു നിൽക്കുക. ഞാൻ ഇതിനെ നോക്കിയിട്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. അതിനാണെങ്കിൽ ഒളിച്ചോടി പോകും. ഞാൻ ചോദിച്ചു, ബാഗ് ആരെടുത്തു എന്ന് ചോദിച്ചു. കാരണം ഇതിന് ബാഗ് എടുക്കാൻ ആക്കമില്ലാത്ത സാധനമാണ്. കെട്ടിയോനെയും പിള്ളേരെ ഇട്ടിട്ട് ഒരുത്തോട് ഒളിച്ചോടി പോയേ. ഞാനിങ്ങനെ ആൾക്കാർ വന്നാൽ ഞാനിങ്ങനെ സെൻസ് ചെയ്യും. എന്നിട്ട് ഞാൻ ഇതിനോട് ചോദിച്ചു, ഈ ഒളിച്ചോടി പോകാനുള്ള റീസൺ എന്താ? എല്ലാവരെയും മാറ്റി നിർത്തിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പം ഈ സ്ത്രീ എന്നോട് പറയാ, ബ്രദറെ, ഞാൻ കുഞ്ഞുനാൾ മുതൽ എനിക്ക് ഒരുപാട് സഭ കമ്പമുണ്ടായിരുന്നു, അപകർഷതയുണ്ടായിരുന്നു എനിക്ക്.
എല്ലാവരും എന്നെ കളിയാക്കും, എല്ലും തോലുമായിരിക്കുന്നേ, കറുത്ത് പരട്ടായിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അങ്ങനെ കളിയാക്കി എൻ്റെ ഉള്ളിലൊരു വേദനയുണ്ട് ബ്രദറെ. അപ്പോഴേ ഇത് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കരയാതെ കാര്യം പറ. കാരണം മനുഷ്യർക്ക് ഒരുപാട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയും എല്ലും തോലുവാ. ചില ആൾക്കാർക്ക് ഭയങ്കര തടിയായിരിക്കും, നീ പൊണ്ണത്തടിയാ. ഇത് കുഞ്ഞിലേ കേൾക്കുമ്പോ ഇത് അവരുടെ മനസ്സിലൊരു വേദനയായിട്ടുണ്ടാവും. എന്നിട്ട് കല്യാണം കഴിച്ചു. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കെട്ടിയോന്റെ ഭാഗത്തുനിന്ന് ഇവനും ഇടയ്ക്കിടയ്ക്ക് ഇവന്റെ ബന്ധുക്കളുടെ മുമ്പിലൊക്കെ നിജം പറയും, എത്രയോ നല്ല കല്യാണം വന്നതാ, ഈ പിശാചിനെ എൻ്റെ തലയിലേക്ക് വെച്ചത്, എല്ലും തോലുമായിട്ടിരിക്കുന്ന ഒരു സാമാനത്തിന് എൻ്റെ തലയിലേക്ക് കെട്ടി. ഇതിങ്ങനെ കേട്ട് എൻ്റെ മനസ്സിലൊക്കെ വേദനയായി ബ്രദറെ. പിന്നെ കെട്ടിയോളല്ലേന്നോർത്ത് അയാളുടെ ഇഷ്ടത്തിനൊക്കെ നിന്ന് കൊടുത്തു. 2 പിള്ളേരും ഉണ്ടായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരുത്തൻ വന്നിട്ട് പറഞ്ഞ്, ചേച്ചിക്ക് സുഖാണോ എന്ന്. അങ്ങനെ സുഖാണോ എന്ന് ചോദിച്ച് ഹലോ, ആ അപ്പോഴെങ്ങാണ്ട് അവനെങ്ങാണ്ടോ കഷ്ടകാലത്തിന് ഈ ഫോണിൽ കൂടെ എല്ലാം തീർന്ന്. ഇവള് പോയി കഴിഞ്ഞപ്പോഴാ ഇവന് മനസ്സിലായേ, ഈ 2 എണ്ണത്തിന് 2 എണ്ണം ഉണ്ട് പിള്ളേര്, അതിനെ കൊണ്ടു നടക്കുക ചില്ലറ പണി. അവസാനം അവളുടെ വീട്ടുകാരും എല്ലാവരും കൂടെ അന്വേഷിച്ച് നടന്നു, ഇതിനെ പിടിച്ചു കൊണ്ടു നിൽക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ അവിടെ ഇരുത്തി അവനെ ആദ്യം ഉപദേശിച്ചു, ഒരു ഭാര്യയോട് ഇടപെടേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയണം പ്രിയപ്പെട്ടവരെ. ചുമ്മാതെ എവിടെയെങ്കിലും ജിമ്മിൽ പോയി കുറച്ച് കല്ലും പിടിച്ച് പൊക്കി അവിടെ ഇവിടെയൊക്കെ കുറച്ച് മുഴ പോലെ മസിലുമാക്കി ബനിയനും ഇടാൻ വയ്യ, പാൻറ്റും ഇടാൻ വയ്യാതെ നടന്നാലൊന്നും കുടുംബജീവിതം നയിക്കാൻ പറ്റത്തില്ല. ഒരു പെണ്ണെന്താണെന്ന് നീ മനസ്സിലാക്കണം, അവളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് മനസ്സിലാക്കണം, അവളുടെ വളർന്നു വന്ന സാഹചര്യം എന്താണെന്ന് നീ മനസ്സിലാക്കണം. എന്നിട്ട് വേണം, ഇവളെ ദൈവം എനിക്ക് തന്നതാ, ഇവളോട് പെരുമാറേണ്ട രീതി എങ്ങനെയാണെന്ന് ഓർക്കണം. നീ വേണം അവളെ ആശ്വസിപ്പിക്കാൻ, നീ വേണം അവളുടെ മനസ്സിൻ്റെ മുറിവുണക്കുവാൻ. സഭയ്ക്ക് വേണ്ടി യേശുക്രിസ്തു 3 നാണികളിൽ തൂങ്ങി മരിച്ചതുപോലെ സ്വന്തം ജീവിത പങ്കാളിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഭർത്താവ്. അല്ലാതെ കിട്ടിയ പെണ്ണിനെ തല്ലുന്നവനോ തെറി പറയുന്നവനോ പട്ടിണിക്കിടുന്നവനോ അവളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ചവിട്ടി അരയ്ക്കുന്നവനല്ല ഒരു ഉത്തമനായ ഭർത്താവ്. അവളെ മനസ്സിലാക്കണം, അവളെ ചേർത്ത് പിടിക്കണം. അവക്ക് തോന്നണം, ഈ പ്രപഞ്ചം മുഴുവൻ ഒരു നിമിഷം കൊണ്ടില്ലാണ്ടായാലും എൻ്റെ കെട്ടിയോൻ പെണ്ണുങ്ങളെ ബാക്കി അത് തന്നെ എനിക്കുണ്ട്. അവർ ധ്യാനിപ്പിച്ചതിനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കെൻ്റെ ഭർത്താവുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മാമ്മമാരോടും അപ്പാപ്പന്മാരോടും എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഈശോ പറയുന്നു, അതായത് വിവാഹബന്ധം വേർപെടുത്തരുത്, ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യർ വേർപെടുത്തരുത്. ഭൂരിഭാഗം ഡിവോഴ്സിൻ്റെയും പ്രധാന കാരണക്കാര് ഈ പെണ്ണിൻ്റെ അമ്മയും അപ്പനുമായിരിക്കും. ഈ പെണ്ണിനെ കെട്ടിച്ചു വിട്ടതിൻ്റെ പുറകെ ഈ അമ്മ തുടക്കും, മോളെ അവൻ കുഴപ്പമില്ലല്ലോ, അവൻ്റെ അവൻ്റെ അമ്മ കുഴപ്പമില്ലല്ലോ, നാത്തൂൻ്റെ മുഖം കണ്ടാ അറിയാം അതൊരു പിശാച് പിടിച്ചതാ, മോള് സൂക്ഷിച്ചോണം കേട്ടോ. രാവിലെ ഫോൺ, ഉച്ചയ്ക്ക് ഫോൺ, വൈകിട്ട് ഫോൺ, മൊത്തം ഫോൺ. കെട്ടിച്ചു വിട്ട പെണ്ണിന്റെ പുറകെ നിങ്ങൾ പോകരുത്. അവളൊന്ന് ജീവിക്കട്ടെന്നേ. ഞാനൊക്കെ ജനിച്ചു വളർന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റില് കർണാടക ബോർഡറിലാണ്. ഒരുപാട് സ്ഥലം, അതിൻ്റെ നടുക്കൊരു വീട്, തൊട്ടടുത്തൊന്നും വീടില്ല. അവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങൾ കുഞ്ഞായിരിക്കും ഈ നിക്കറൊന്നും ഇടാണ്ട് നടക്കുന്ന പ്രായത്തില്. ഇപ്പൊ ഈ ചില അമ്മമാർ ഈ പിള്ളേരെ വളർത്തുന്ന കാണുമ്പോൾ കൊതിയായിട്ട് വയ്യ. കൊച്ചിനെ താഴെ വെക്കത്തില്ല, അത് കരയാൻ അനുവദിക്കത്തില്ല. എൻ്റെ ചുഞ്ഞെന്നും പറഞ്ഞ് ഇതിനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുമ്പോൾ എനിക്ക് കൊതി വരാറുണ്ട്. ഞങ്ങളെയൊന്നും പൊക്കാൻ ആരുമില്ലായിരുന്നു. ഈ തുണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീഴും.
അവിടെ കിടന്ന് കരയും. കരഞ്ഞിട്ട് ചുറ്റും നോക്കും ആരെങ്കിലും സഹായിക്കാനുണ്ടോ എന്ന്. ഈശോയുടെ കുരിശിന്റെ വഴി പോലെയാ. അവനെ കണ്ടവരെല്ലാം മുഖം തിരിച്ചു പോയി എന്ന് പറഞ്ഞാലേ ഒരാള് തിരിഞ്ഞു നോക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? പതുക്കെ എഴുന്നേറ്റ് ആ മുട്ടയിലേക്ക് നോക്കുമ്പോൾ ഇച്ചിരി തോലൊക്കെ പോയിട്ടുണ്ടാകും. ആ പൊടിയൊക്കെ തട്ടി ഞങ്ങൾ അടുത്ത പണിക്ക് പോകും. അതുകൊണ്ട് ഇന്ന് ആറ്റം ബോംബ് വീണാലും ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നിൽക്കും. ഒരുത്തനും ഡിപ്പെൻഡ് ചെയ്യില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ അപ്പനും അമ്മയും ഒന്ന് മാറി നിന്ന് കൊടുക്കുക. ആ മക്കളൊന്ന് പറ, ഓ കല്യാണം കഴിഞ്ഞോടി നിന്റെ, അവളാ പറയുന്നേ ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ എന്ന്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ മാതാപിതാക്കൾ ഈ കെട്ടിച്ച പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും പുറകെ ഇങ്ങനെ പോകരുത്. അവരെ അങ്ങ് വിട്ടേക്കുക. ഹല്ലേലൂയ. രണ്ടാമത് ഒരു കാര്യം കൂടെ പറയുകയാണ്, പെട്ടെന്ന് ഞാൻ നിർത്തും. കുടുംബം നശിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മാതാപിതാക്കളാണ്. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഈ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരുണ്ട്. മക്കൾക്ക് പിന്നെ ഈ മാതാപിതാക്കളെ വേണ്ട, അതൊരു ഭാരമാണ്. ഒരുപാട് മനുഷ്യർ തകർന്ന് തരിപ്പണമായിട്ട് എൻ്റെ അടുത്ത് ധ്യാനത്തിന് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അവരെ ഇങ്ങനെ നോക്കി ഒന്ന് ചിരിക്കും. ഞാൻ ചോദിക്കും, കേരളം മൊത്തം നടന്നിട്ടായിരിക്കും ഇപ്പം എൻ്റെ അടുത്ത് വന്നതല്ലേ, ഏറ്റവും അവസാനമേ വരുള്ളൂ. അപ്പോൾ ഒരു ചിരി ചിരിച്ചിട്ടാണ് ഞാൻ ചോദിക്കും എന്താ പ്രശ്നം? എൻ്റെ ബ്രദറെ ബിസിനസ് ആകെ തകർന്നു, ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഞാൻ അവനോട് ചോദിക്കുന്നൊരു ചോദ്യം ഒറ്റ ഒന്നേ ഉള്ളൂ, നിന്റെ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 3 വാക്യം 3 ഇങ്ങനെ പറയുകയാണ്, പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും, അമ്മയുടെ ശാപം അതിൻ്റെ അടിത്തറ ഇളക്കും. നീ എത്ര കൊടികുത്തിയ മുതലാളിയാണെങ്കിലും നിനക്ക് ജന്മം തന്ന നിന്റെ അമ്മയുടെ കണ്ണുനീര്, നിനക്ക് ജന്മം തന്ന നിന്റെ പിതാവിൻ്റെ കണ്ണുനീര് നീ വീഴിച്ച ഒരു മനുഷ്യനാണ് എങ്കിൽ 1000 10,000 ധ്യാന ഗുരുക്കന്മാർ വട്ടമിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നീ ഗതി പിടിക്കില്ല. കാരണം അതിനേക്കാൾ പവറുള്ളതാണ് നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീര്. കർത്താവ് അത് കുപ്പിയിൽ ശേഖരിക്കുകയല്ല, അത് ഹൃദയത്തിൽ സ്വീകരിക്കും. ഈശോ അത് ഹൃദയത്തിൽ സ്വീകരിക്കും. അതുകൊണ്ട് കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ ഒന്ന് ചിന്തിക്കണം, നിന്റെ വീട്ടിലുള്ള പ്രായം ചെന്നവരോടുള്ള നിന്റെ പെരുമാറ്റം എങ്ങനെയാണ്? പ്രായമൊക്കെ ആയി കഴിയുമ്പം ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഞാൻ പറയാം, നിങ്ങളുടെ ഈ നാവിൻ്റെ രുചിയൊക്കെ ഒന്ന് പോകും, നിങ്ങളുടെ സ്കിന്നൊക്കെ ഒന്ന് ചുരുങ്ങും, നിങ്ങളുടെ വിയർപ്പിൻ്റെ ഗന്ധം പോലും മാറും. ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴൊക്കെ 1-2 തുള്ളി മൂത്രമൊക്കെ പോകും. ഇപ്പം നമുക്ക് നല്ല കൺട്രോളാ. പ്രായം ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം മക്കളെയാണ്. എത്രയോ അമ്മമാരെ അച്ഛൻ പറഞ്ഞില്ലേ, എന്നെക്കുറിച്ച് പറഞ്ഞപ്പം വേദനിക്കെതിരെ ഞാൻ എവിടെ പോയി പ്രസംഗിച്ചാലും ഞാൻ പറയും, ആർക്കും വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാകാനൊന്നും പോകരുത്, എന്നെ വിളിക്കാൻ പറയും, എന്നെ വിളിക്കാൻ. ഞാൻ നിങ്ങളോട് പറയാ, കേരളത്തിലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും നടത്തുന്ന സ്ഥാപനങ്ങൾ ഇന്ന് പ്രായമായവരെ കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. ആർക്കും വേണ്ട, സഭയ്ക്കും വേണ്ട, സമൂഹത്തിനും വേണ്ട, ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ട. കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കുടുംബത്തിനു വേണ്ടി രാവും പകലും അധ്വാനിച്ച് ചോര നീരാക്കി മാറ്റിയ ചില അപ്പന്മാർ ഇന്ന് കുടുംബത്തിൽ ആരുമല്ലാത്ത വിധം അവിടുത്തെ പട്ടിക്കുള്ള വില പോലും ഇല്ലാതെ കുടുംബത്തിന്റെ മൂലയ്ക്ക് വലിച്ചെറിയപ്പെട്ട് ഹൃദയം തകർന്ന് കഴിയുന്നത് കാണാൻ പറ്റും. ചില അമ്മമാര് കുടുംബത്തിനു വേണ്ടി ഊണില്ല ഉറക്കമില്ലാതെ മക്കൾക്ക് വേണ്ടി ജീവിച്ച ചില അമ്മമാര്
ഇന്ന് കുടുംബത്തിൽ ആരുമല്ലാത്തവരെ പോലെ, അന്യരെ പോലെ കുടുംബത്തിൽ കണ്ണീരൊഴുക്കി കഴിയുന്നത് കാണാൻ പറ്റും. മക്കൾ എന്നിട്ട് നടക്കുക ലോകത്തെ പ്രശസ്തരായ ധ്യാനഗുരുക്കന്മാരെയും ചുമന്നുണ്ട്. ഗതി പിടിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ അന്വേഷിക്കണേ. പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 3 അതിന്റെ 12 മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെ പറയാ, മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നതുവരെ അവന് ദുഃഖം ഉണ്ടാക്കരുത്. നിനക്ക് ജന്മം നൽകിയ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് മരിക്കുന്നതുവരെ നിന്റെ വാക്കുകൊണ്ടോ, നിന്റെ പെരുമാറ്റം കൊണ്ടോ, നിന്റെ ജീവിത രീതി കൊണ്ടോ അവരുടെ കണ്ണ് നിറയാൻ പാടില്ല. അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവഗണിക്കപ്പെടാൻ പാടില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ തൊട്ടുകൊണ്ട് പറ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും മതി. നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു മാറ്റം വരുത്താം എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. സാധിക്കുന്നവരെല്ലാം ഇന്ന് വൈകിട്ട് ധ്യാനം തുടങ്ങുന്നുണ്ട്, ഇല്ലെങ്കിൽ അടുത്ത ധ്യാനത്തിനെങ്കിലും ഒരു 3-4 ദിവസം നിങ്ങൾ ഇവിടെ വന്നങ്ങ് ഇരിക്കുക, എന്നിട്ടൊരു തീരുമാനം എടുക്കുക. ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ നന്നായില്ലെങ്കിലും ഞാൻ ഇവിടം വിട്ടു പോകത്തില്ല, ഞാൻ നന്നായിട്ട് പറ പോവുള്ളൂ. തീരുമാനം എടുക്കുക. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കണ്ണുകളൊക്കെ നടച്ചേ പ്രിയപ്പെട്ടവരെ, കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചേ. നീ വീട്ടിലുള്ളവരെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട, നീ നിന്നെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. നിന്റെ ഇടുങ്ങിയ മനസ്ഥിതി, സ്വാർത്ഥത നിറഞ്ഞ മനസ്ഥിതി, കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ പറ്റാത്ത അവസ്ഥ, എന്തിനും ഏതിനും പിടിവാശി, എന്തിനും ഏതിനും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ, തമ്പുരാന്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ. എൻ്റെ കുഞ്ഞെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നിന്റെ കുടുംബത്തെ സ്വർഗതുല്യമാക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഒരു തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ വിധേയപ്പെടും. എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കും. ദൈവം എനിക്ക് തന്ന മാതാപിതാക്കളെ ഒരു തുള്ളി കണ്ണുനീര് വീഴിക്കാൻ ഇനി ഞാൻ അനുവദിക്കുകയില്ല. ദൈവം എനിക്ക് തന്ന എൻ്റെ മക്കളെ ദൈവത്തിന് ഹിതകരമായി ഞാൻ വളർത്തും. തീരുമാനമെടുക്കുക. തമ്പുരാന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ശുശ്രൂഷകളെ എല്ലാം ഒന്ന് സമർപ്പിക്കുക. നാളെ രാവിലെ എറണാകുളത്ത് റിന്യൂവൽ സെൻറ്ററിൽ നടക്കുന്ന ദിവ്യകാരുണ്യ കുടുംബ നവീകരണ ധ്യാനം, ആ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് വൈകിട്ട് ഇവിടെ ആരംഭിക്കുന്ന ധ്യാനത്തിലേക്ക് ധാരാളം മക്കൾ കടന്നു വരുവാനും ആ ധ്യാനം അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവാകാനും ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ അച്ഛനെയും എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തുകൊണ്ട് ഇരു കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താമോ? ഇരു കരങ്ങളും ഒന്ന് ഉയർത്തി അധരങ്ങൾ തുറന്ന് എല്ലാം മറന്നൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അവിടുന്ന് ഞങ്ങളെ നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത് നിൽക്കുന്നവർക്ക് ഷെയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞേ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു നിമിഷം ബിജു ബ്രദറെ പ്രത്യേകമായിട്ട് ഗാകുൽനാഥൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പോകുന്നിടങ്ങളിലെല്ലാം അനുഗ്രഹത്തിൻ്റെ വക്താവാകുവാൻ ദൈവം ആ സഹോദരനെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ച് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയാമോ?
മടുത്തോ നിങ്ങൾ? ഒന്ന് ഉച്ചസ്വരത്തിലൊന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ഉറക്കെ. പ്രിയ സഹോദരങ്ങളെ, കഞ്ഞി കുടിക്കാൻ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോവാറുണ്ടോ? പോണോ? എന്തിനാ പോണ്? നമുക്ക് ഏറ്റവും അവസാനം പോയാൽ മതിയില്ലേ? വളരെ വളരെ അത്യാവശ്യമുള്ളവർ മാത്രം, രോഗികളായിട്ടുള്ളവരോ ഷുഗറുള്ളവരോ അങ്ങനെയുള്ളവർ മാത്രം പോയാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളത് പതിവ് പോലെ 5-8 പേരെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. കുരിശും വഹിച്ചുള്ള നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ കഠിനമായിട്ടുള്ള സമയങ്ങളെ, കഠിനമായിട്ടുള്ള അവസ്ഥകളെ നമ്മൾ പ്രത്യേകമായിട്ട് കുരിശിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന കുരിശിൻ്റെ വഴിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയല്ലേ സാധാരണ ചെയ്യാറ്? അല്ലേ? നിങ്ങൾ പറയണം, ഞാൻ പുതിയ ആളല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ കുരിശും വഹിച്ചുള്ള യാത്രയാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കുരിശിൻ്റെ വഴി യാത്ര നടത്തുമ്പോൾ ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യം, ഈ കുരിശിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ എങ്ങനെയുള്ളവനായിട്ടാണ് ഈശോ കുരിശിലേക്ക് കടന്നു വന്നത്, അല്ലെങ്കിൽ ആ കുരിശ് വഹിക്കുന്ന ഒരു അവസരം, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഈശോയ്ക്ക് എന്തുമാത്രം വേദന സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെവിടേക്ക് എല്ലാവരും കൂടെ പോകുന്നേ? ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ കുരിശ് വഹിക്കാനായിട്ട് മുൻകൂട്ടി തയ്യാറായിട്ടുള്ളവർ മുന്നോട്ട് കടന്നു വരണം. ഈ സമയം കുരിശിൻ്റെ ആ ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോവാണ്. ആ കുരിശിൻ്റെ വഴിയിൽ തട്ടിത്തടഞ്ഞ് വീഴുന്ന അവസരങ്ങളുണ്ടാകാം. പരിശുദ്ധ അമ്മ ഈശോയെ കണ്ടുമുട്ടുന്ന അവസരങ്ങളുണ്ടാകാം. ആളുകൾ പരിഹസിച്ച സമയങ്ങളുണ്ടാകാം. നമ്മെ പല രീതിയിൽ പരിഹസിച്ച, ഒറ്റപ്പെടുത്തിയ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഠിനമായ സമയങ്ങളായിട്ട് മാറിയിട്ടുണ്ടാകാം. എൻ്റെ ജീവിതത്തിൽ കൈപ്പേറിയ വേദനകൾ, മാറ അനുഭവങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കുരിശിൻ്റെ വഴിയുള്ള യാത്രയിലൂടെ നമ്മൾ സഞ്ചരിച്ച് വീണ്ടും ഈ വചന ഹാളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് വലിയ വിടുതലിൻ്റെ സമയമായിട്ട് മാറുവാനായിട്ട് പ്രിയരെ നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കഠിനമായ സമയങ്ങൾ ആരെങ്കിലും എഴുതിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ സമർപ്പിക്കാനായിട്ട്? അങ്ങനെ ആരെങ്കിലും എഴുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി കാണിച്ചാൽ അച്ഛനെ കാണാമായിരുന്നു. ഓക്കെ, കുറച്ച് പേരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ യാത്രയിൽ നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കണം. ഈശോയ്ക്ക് സമർപ്പിക്കുന്നത് പോലെ അത് മനസ്സിൽ കാണണം. നമ്മുടെ യാത്രയുടെ അവസാനം ഇവിടെ ബക്കറ്റുകൾ വയ്ക്കും, അതിൽ നിങ്ങളത് സമർപ്പിക്കണം. ഈശോ ഏറ്റെടുക്കുന്നതായിട്ട് മനസ്സിൽ കാണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി കൂടെ നമ്മളിത് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞാനിവിടെ ഉണ്ടായിരുന്ന അവസരങ്ങളിൽ ഞാനായിരുന്നു കുരിശ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നമുക്ക് മുൻകൂട്ടി തയ്യാറായി കഴിഞ്ഞൊരു മാസമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും അത് വഹിക്കുക. നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട്, നമ്മൾക്കെല്ലാവർക്കും ആ കുരിശിൻ്റെ വഴിയെ നമുക്കൊന്ന് സഞ്ചരിക്കാം. പ്രിയരെ, ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? ഇരുകരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാമോ? എന്നിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുരിശിൻ്റെ വഴിയെ നടക്കുന്ന ഈശോയെ മനസ്സിലൊന്ന് കാണുക. എന്തുമാത്രം തകർന്നവനായിട്ടാണ് ഈശോയെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. ചമ്മട്ടിയടിയേറ്റ് രക്തം ഒലിച്ചിറങ്ങി, ഇതാ ശിരസിൽ മുൾമുടി ധരിപ്പിച്ച ഈശോ, ആ കണ്ണുകളിലേക്കും മുഖത്തൊക്കെ രക്തം കിനിഞ്ഞിറങ്ങുന്ന, വാർന്നിറങ്ങുന്ന ആ മുഖത്തോടു കൂടിയുള്ള ഈശോയെ നീ കാണ്. നമ്മുടെ ഒരാളുടെ പോലും വേദന അറിയാത്ത, സഹനങ്ങൾ അറിയാത്ത ഒരു ദൈവമല്ല നമ്മുടെ ദൈവമെന്ന് തിരിച്ചറിയും പ്രിയരെ. എത്രയൊക്കെ വഴികളുണ്ടായിരുന്നു ദൈവത്തിന് നമ്മെ രക്ഷിക്കുവാനായിട്ട്, പക്ഷേ ദൈവം തീരുമാനിച്ച തിരുഹിതമായ വഴി തൻ്റെ മകനെ, ഏകജാതനെ, വചനം പറയുന്നത് പോലെ
തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചുവെന്നാണ്. നമ്മെ അത്രമാത്രം സ്നേഹിച്ച് നമ്മെ രക്ഷിക്കുവാനായിട്ട് ഇതുപോലൊരു വഴിയാണ് ദൈവം തിരഞ്ഞെടുത്തത്. പിതാവായ ദൈവം പുത്രനായ ദൈവമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ എടുത്തൊരു തീരുമാനമാണ്, ഇതാണ് ശരിയായ വഴി. എൻ്റെ മക്കൾ ഒത്തിരിയേറെ വേദനിക്കുന്നു, എൻ്റെ മക്കൾ ഒത്തിരിയേറെ തന്നെ വിട്ട് അകലുന്നു, പാപം വർദ്ധിച്ചു വരുന്നു, അവരുടെ ജീവിതത്തിൽ തകർച്ചകൾ കടന്നു വരുന്നു, വിശ്വാസം വ്യതിചലിച്ചു പോകുന്നു, അങ്ങനെ ഒത്തിരിയേറെ അവസ്ഥകളിലൂടെ കടന്നു പോകുകയാണ്. ബന്ധങ്ങൾ വഷളാകുന്നു, ലഹരിയുടെ പിടിയിലമർന്ന് യുവജനങ്ങള്, പ്രായമുള്ളവര് ഒക്കെ വഴി തെറ്റിപ്പോകുന്നൊരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇതാ ദൈവം തൻ്റെ മകന് വേണ്ടി തിരഞ്ഞെടുത്ത വഴി കുരിശിൻ്റെ വഴിയായിരുന്നേ. ആ കുരിശിൻ്റെ വഴി രക്ഷയുടെ വഴിയായിരുന്നേ. എങ്കിൽ പ്രിയരെ, ഇന്ന് ഈ ഒരു യാത്രയിൽ ഗാഗുൽത്ത വെള്ളിയിൽ, ഗാഗുൽത്ത ഫ്രൈഡേയിൽ നമ്മൾ ഈ കുരിശിൻ്റെ പുറകെ ഓരോ ചുവട് വയ്ക്കുമ്പോൾ അത് എണ്ണപ്പെട്ട ചുവടുകളാണ്. ഈ കുരിശിൻ്റെ വഴിയെ നമ്മൾ നടക്കുമ്പോൾ, കുരിശിൻ്റെ വഴി പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയുടെ സഹനങ്ങളോട് നമ്മുടെ സഹനങ്ങൾ, വേദനകൾ, ദുഃഖ ദുരിത കഷ്ടപ്പാടുകൾ നമ്മൾ ചേർത്ത് വെക്കുകയാണ് പ്രിയരെ. ഓർക്കുക, ഇത് ഗാഗുൽത്താനാഥൻ നിനക്ക് വേണ്ടി ഒരുക്കിയ ദിവസമാണ്. ഓർക്കുക പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ യുവതി യുവാക്കളെ, ഇത് ഗാഗുൽത്താനാഥൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി വ്യക്തിപരമായി തിരഞ്ഞെടുത്ത ദിവസമാണ്. എൻ്റെ മകനെ, മകളെ, നീ നിന്റെ കുരിശും വഹിച്ച് എൻ്റെ പിന്നാലെ വാ. നിന്റെ കുരിശ് എന്താണോ ആ കുരിശ് എന്ത് തന്നെയായാലും വഹിച്ച് എൻ്റെ പിന്നാലെ വാ മകനെ, എൻ്റെ പിന്നാലെ വാ മകളെ എന്ന് ഈശോ പറഞ്ഞ് തിരഞ്ഞെടുത്ത ദിവസമാണെന്ന്. അങ്ങനെയെങ്കിൽ വലിയ വിശ്വാസത്തോടെ, വലിയ സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ ഈശോയുടെ കുരിശിൻ്റെ പിന്നാലെ തന്നെയാണ് ഞാൻ നടക്കുന്നത് എന്ന വലിയ ബോധ്യത്തോടു കൂടെ ഈ കുരിശിൻ്റെ വഴിയെ നമുക്ക് യാത്ര ചെയ്യാം. നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന കരങ്ങൾ, ഈശോ കുരിശിൽ എപ്രകാരമാണ് ആ കരങ്ങൾ വിരിച്ചത് അതുപോലെ ഒന്ന് വിരിച്ചു പിടിക്കാമോ? ഉയർത്തിയല്ല, വിരിച്ചു പിടിക്കാം. കുരിശിൻ്റെ ആകൃതിയിൽ നമ്മളും ആകുന്ന സമയമാണ്. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കുമെന്നാണ് തിരുവചനം. അങ്ങനെയെങ്കിൽ പ്രിയരെ, പരമാവധി നമുക്ക് ചേർന്ന് നിൽക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപയിലേക്ക് നമ്മെ നയിക്കുന്ന മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ വലിയ ദാഹത്തോടുകൂടെ സമർപ്പിച്ച നിങ്ങളുടെ കഠിനമായ ജീവിതാനുഭവങ്ങളെ, നിയോഗങ്ങളെ നമ്മളിവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ദിവികാരുടെ സന്നിധിയിൽ നമ്മൾ പ്രത്യേകമായി ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ച് ഇതാ അനുഗ്രഹം പ്രാപിക്കുന്ന സമയം. ഈശോ ഇതാ നമ്മുടെ മധ്യേ കടന്നു വരുന്ന സമയമാണ്. ഇരു കരങ്ങളും ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ തുറന്ന് ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് ദാഹത്തോടുകൂടെ പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ച്, സ്തുതിച്ച് പ്രാർത്ഥിച്ച്. യേശു ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ എന്ന് വിളിച്ച്, ചന്ദ്രപടി വിളിച്ച്, ഈശോ ഇതാ നിന്നെ കാണുന്നവനുണ്ട് ഇവിടെ. യേശു, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിച്ച് കരങ്ങളടിച്ച് നമുക്ക് ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കരങ്ങളടിച്ച് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഓ ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ,
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഒരിക്കൽ കൂടി ഇരുകരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. വലിയ ദാഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന ആരാധന, യേശുവേ ബന്ധന വഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ ഈ ആരാധനയുടെ സമയത്ത് ഈശോയിൽ നിന്റെ വലിയ അനുഗ്രഹം ഉണ്ടാകുവാൻ, നീ നൽകുന്ന ഉറപ്പ് സ്വീകരിക്കുവാൻ, നീ നൽകുന്ന സൗഖ്യം സ്വീകരിക്കുവാൻ ഈശോയെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. സമൂഹം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മയോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ ദാഹത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈ ഗാഗുൽത്ത വെള്ളിയില്, ഈ ഗാഗുൽത്ത ഫ്രൈഡേയില് നീ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേല് ദൈവത്തിന്റെ കൃപയുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമാണ് എന്റെ ബലം. ഹബക്കൂക്ക് 3:19 വലിയ അഭിഷേകം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, നീ ഞങ്ങളുടെ ബലമായി മാറണമേ, അഭിഷേകമായി മാറണമേ, നീ ഞങ്ങളുടെ വിടുതലായി മാറണമേ. യേശുവേ ഹല്ലേലൂയ 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 സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുവേ ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി കരങ്ങൾ അടിച്ച് വലിയ ദാഹത്തോടെ കരങ്ങൾ ഇരുപാതികൾ വീശിയടിച്ച് ഒന്ന് ആടി പാടിക്കൊണ്ട് ഈശോയെ ആരാധിക്കുന്നു. ആമേൻ. ആരാധനയെങ്കിൽ കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ, ആരാധനയെങ്കിൽ രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമടയും ശക്തമായ കരങ്ങളടിച്ച് ആരാധനയെങ്കിൽ, ആരാധനയെങ്കിൽ കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധിക്കുന്നേ ചേർന്ന് പാടിക്കൊണ്ട് ആത്മനാഥനെ സുബീനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനെ യേശുവിനെ ആരാധിക്കുന്നേ. ചേർന്ന് പാടാം. ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനെ സുബീനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനെ യേശുവിനെ. സ്വതന്ത്രമായി ഇരു കരങ്ങളും ഉയർത്തി ദാഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് പൂർണ്ണമായി വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ഒന്ന് ചേർന്ന് കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, വൈദിക സമൂഹത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഗാഗുൽത്ത പ്രേക്ഷിത ഗണത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ ദാഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ 14 പേരുടെ സാമ്പത്തിക മേഖലയിൽ ഈശോ ഇടപെടുന്നു. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. കാലിന് ബലക്കുറവുള്ള 3 വയസ്സുള്ള കുഞ്ഞിനെ ഈശോ തൊട്ട് അനുഗ്രഹിക്കുന്നു. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. മകനെ കുറിച്ച് വേദനിച്ച് കടന്നു വന്നിരുന്ന ഒരു അമ്മയെ ഈശോ ആശ്വസിപ്പിക്കുന്നു. ആ മകന്റെ കാര്യത്തിൽ ഈശോ ഇടപെടുന്ന ഉറപ്പ് നൽകുന്നു. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് മക്കളോട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. മകന്റെ മദ്യപാനം മാറാൻ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കഴുത്തിന് ബലക്കുറവ് വിറയിലുള്ള ഒരു മകനെ ഈശോ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. 11 മക്കളുടെ പഠന മേഖലയിലെ തടസ്സം മാറ്റിക്കൊണ്ട് ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സിജോയുടെ മകന്റെ മനസ്സിന്റെ ഭാരം കർത്താവ് എടുത്തു മാറ്റുന്നു. ഈശോ ശരീരത്തിൽ തൃപ്തി അനുഭവപ്പെടുന്ന 2 വ്യക്തികൾക്ക് പരിപൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. 2 മക്കളുടെ ജോലി സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഈശോ അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ച് അനിതെന്ന മകളോട് തുറന്ന കുമ്പസാരം നടത്തി തെറ്റായ ബന്ധം ഉപേക്ഷിച്ച് വിടുതലിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ ഹല്ലേലൂയ ഹല്ലേലൂയ. 5 പേരുടെ ബിസിനസ്സിലെ തടസ്സങ്ങൾ മാറ്റി കൊടുത്തുകൊണ്ട് ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നു. ജോൺ, സാം എന്നീ പേരുകൾ ഈശോ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇരുട്ടിന് ഭയമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഭയത്തെ പൂർണ്ണമായിട്ട് കർത്താവ് എടുത്തു മാറ്റുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ താഴ്ത്തി കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കരങ്ങൾ താഴ്ത്തി കരങ്ങളടിച്ച് ശക്തമായി ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ഈശോയെ ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ഈശോയെ ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം പാലനമായവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം പാലനമായവൻ. കരങ്ങളുയർത്തി പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം, ചേർന്ന് പാടിക്കൊണ്ട് അവൻ വല്ലവൻ. ആമേൻ കർത്താവേ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം, കർത്താവിൽ വല്ലവൻ, അവൻ വല്ലവൻ. വിടുതൽ, വിടുതൽ എന്നും പ്രാപിക്കാം, യേശുവിന്റെ വിടുതൽ, വിടുതൽ എന്നും പ്രാപിക്കാം. ആമേൻ കർത്താവേ. കരങ്ങൾ താഴ്ത്തി കരങ്ങളടിച്ച് കരങ്ങൾ താഴ്ത്തി കരങ്ങളടിച്ചുകൊണ്ട് ഈശോയെ ആരാധിച്ചുകൊണ്ട് ദാഹത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തില് ഇതാ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിലെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടട്ടെ. സജീവ് എന്ന മകനെ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വിട്ടുമാറാത്ത തലവേദനയുള്ള 2 സഹോദരിമാർക്ക് ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കൃപ എന്ന മകളെ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. അസുഖമുള്ള 3 വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. സ്ഥലം വിൽക്കാൻ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ഒരു മകളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 9 വ്യക്തികളിൽ നിന്നും ഹൈപ്പർ ടെൻഷൻ എടുത്തു മാറ്റുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കൊച്ചുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മേരി എന്ന സഹോദരിയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നു എന്ന പെൺകുട്ടിയോട് ഇപ്പോൾ നടക്കുന്ന മാർഗം ഉപേക്ഷിച്ച് ഭർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നു. ഈശോയെ, Thank you, Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. പാമ്പ് ശല്യമുള്ള 2 കുടുംബത്തിൽ നിന്ന് കർത്താവ് ആ ശല്യത്തെ എടുത്തു മാറ്റുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തമെടുത്ത 2 പേർക്ക് ഈശോ സ്വന്തമായി ഭവനം ഒരുക്കിക്കൊണ്ട് അനുഗ്രഹിക്കുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജേക്കബ് എന്ന മകനെ ഈശോ അനുഗ്രഹിക്കുന്നു. ജേക്കബ് എന്ന മകനെ കുടുംബത്തെയും ഈശോ അനുഗ്രഹിക്കുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. റോസൽ എന്ന മകളുടെ മൂത്രസംബന്ധമായ അസുഖം മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ ശക്തമായിട്ട്. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മിക്ക 7:7 അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചേ. എന്റെ കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് എനിക്കുണ്ട്. അവനെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്രസ്റ്റിൽ ഹൈബ്രോഡ് ഉള്ള ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മകന്റെ കുടുംബജീവിതത്തില് സമാധാനം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓമൻ എന്ന സഹോദരി പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ ഒരു മകനെ ഈശോ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരീരത്തിൽ പൊള്ളലേറ്റ ഒരു മകളെ ഈശോദ തൊടുന്നു. യേശുവേ, ആരാധന. 50 വയസ്സുള്ള ഒരു മകളുടെ യൂട്രസിലെ മുഴ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, thank you, Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലയുടെ പുറകുവശത്ത് വേദനയും മരവിപ്പും വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എന്ത് കഴിച്ചാലും ലൂസ് മോഷൻ വരുന്ന ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നു.
ഈശോയെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. കിണർ കുഴിച്ചാൽ വെള്ളം ഉണ്ടാകുമെന്ന് സംശയിക്കുന്ന വിൻസെന്റ് എന്ന മകനോട് ധൈര്യമായി കിണർ കുഴിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. യേശുവേ ആരാധന. ഇരു കരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് നമുക്ക് ഈശോയെ കാണാം. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രിയ സഹോദര സഹോദരി, ഗാഗുൽത്തനാഥന്റെ ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന സകലരെയും ഈ ശുശ്രൂഷ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇരുന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു, ശക്തമായിട്ടുള്ള നിന്റെ ഇടപെടലുകൾ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നീ സഹായിക്കണമേ. ഞങ്ങള് ഈശോയെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിച്ചത് ഹബക്കുക്ക് 3:19 പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നേ. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. വലതുകരം ദിവ്യകാരുണ്യനാഥനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ആ വചനം വീണ്ടും ആവർത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നിനക്ക് ബലമായി മാറട്ടെ. അവിടുത്തെ ശക്തിയിൽ ആശ്രയിച്ച്, അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, കുഞ്ഞുമക്കളെ, കർത്താവായ ക്രിസ്തു ആയിരിക്കണം നിന്റെ ബലം. നിന്റെ സമ്പത്തായിരിക്കരുത് നിന്റെ ബലം. നിനക്കുള്ള ബന്ധുതയായിരിക്കരുത്, ബന്ധുബലമായിരിക്കരുത് നിന്റെ ബലം. നിന്റെ ജോലിയോ നിന്റെ മറ്റ് സൗകര്യങ്ങളോ സുഖ സൗകര്യങ്ങളോ ആയിരിക്കരുത് നിന്റെ ബലം. മറിച്ച് ഈശോയെ നിന്റെ ജീവിതത്തിന്റെ നാഥനായിട്ട് നീ സ്വീകരിക്കുക. ക്രിസ്തുവിന് നിന്റെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും പ്രഥമ സ്ഥാനം നീ കൊടുക്കുക. പ്രത്യേകിച്ച് പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ കുരിശിന്റെ വഴിയൊക്കെ നമ്മൾ നടന്നു വന്നു. ഈശോയുടെ പീഡാസഹനങ്ങളെ നമ്മൾ ഓർത്തു. ഇവിടേക്ക് കാണുന്നത് ഈശോ തൻ്റെ പിതാവായ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പ്രിയ സഹോദര സഹോദരി, ഈശോയുടെ ഇഷ്ടമെന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാം നമുക്ക്. ഇന്ന് പ്രത്യേകിച്ച് തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിന് ഇണങ്ങുന്ന ഒരു വ്യക്തിയായി ഈശോയെ, ദിവ്യകാരുണ്യനാഥ, എന്നെ നീ മാറ്റണമേ എന്ന് നീ പ്രാർത്ഥിക്കും. നിന്റെ വ്യക്തി ജീവിതത്തെ, കുടുംബത്തെ, ജീവിത സാഹചര്യങ്ങളെ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ കൊടുക്കുക. ഇന്ന് നീ ഈ ഗാഗുൽത്ത ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്തൊക്കെ ഈശോട് പറയണമെന്ന് ആഗ്രഹിച്ചോ അതൊക്കെ ഇതാ ഈ സമയം നീ കൊടുക്കുന്നു. അനേക മക്കളെ ഈശോ തൊട്ടിട്ടുണ്ട്, സ്പർശിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്, സൗഖ്യം തന്നിട്ടുണ്ട്. എങ്കിൽ അതിനൊക്കെ ഓർത്ത് നന്ദി പറയുകയും ഈശോയുടെ തിരുഹൃദയത്തിന് ഇണങ്ങുന്ന മകനായി മകളായി മാറിക്കൊണ്ട് ഈശോയെ ജീവിക്കാൻ വേണ്ടുന്ന കൃപ നൽകണമേ എന്ന് നമുക്ക് വലിയ ദാഹത്തോടുകൂടെ പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും മുട്ടമേ നിൽക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന സമയമാണ്. ഇതാ ഈശോ നിന്നോട് കൂടെ എപ്പോഴും ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈശോ നിന്നെ ഇതായി ഗാഗുൽത്ത ആലയത്തിൽ വച്ച് അനുഗ്രഹിക്കുന്ന സമയം. കൃപയോടുകൂടെ മുന്നോട്ട് പോകുവാൻ നിന്നെ സഹായിക്കാൻ, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവം ഇതാ ഇവിടെ. നമുക്ക് ദാഹത്തോടുകൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ
കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളെ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നമഃ, യേശുവേ സ്തുതി, യേശുവേ നമഃ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം പ്രാപിക്കാം, ആശീർവാദം സ്വീകരിക്കാം. പ്രിയരെ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ഈശോയെ, 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 ഈശോയെ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഈശോ നമ്മുടെ അരികിലേക്ക് കടന്നു വന്ന് നമ്മെ ആശീർവദിക്കുന്ന സമയം. വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോ, എന്നെ ബലപ്പെടുത്തണമേ, എന്റെ പ്രാർത്ഥനകൾ കേൾക്കണമേ, എന്റെ വിശ്വാസ ജീവിതത്തെ നീ ശക്തിപ്പെടുത്തണമേ, നിന്നോടുള്ള സ്നേഹത്തിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ, പരസ്പര സ്നേഹത്തിൽ ജീവിക്കാൻ സഹായിക്കണമേ, എന്റെ രോഗങ്ങളിൽ നിന്ന് എനിക്ക് സൗഖ്യം തരണമേ. ദാഹത്തോട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ചങ്ക് പൊട്ടിയൊന്ന് വിളിക്കാമോ? യേശുവേ, 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 എന്നെ തൊടപ്പാ. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയെ, യേശുവേ, അനുഗ്രഹിക്കണമേ, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സാധിക്കുന്ന എല്ലാവരും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.